കുടുംബം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വീട്ടിൽ ഉമ്മയും ഉപ്പയും മക്കളും കുടുംബാണ്. പിന്നെ എളാപ്പ മൂത്താപ്പാന്റെ മക്കള് കുടുംബാണ്. കാക്ക, അമ്മായിമ്മ, ഓരോ മക്കള് ഒക്കെ കുടുംബാണ്. ഒരു വലിയ കുടുംബാണ്. ഞാൻ ഇതിനു മുമ്പ് ഇതുപോലത്തെ ഒരു കുടുംബ സംഗമം മുടിപ്പൂയിൽ വെച്ച് നടന്നപ്പോ അതും ഇതുപോലെ ഒരു വലിയ കുടുംബമാണ്. കായാർ ഫാമിലി എന്ന് പറയും. അങ്ങനെ ആ കായാർ ഫാമിലി എന്ന കുടുംബ സംഗമത്തിൽ ഞാൻ പോയി വാള് പറഞ്ഞിട്ടുണ്ട്. കുറെ മുമ്പൊന്നുമല്ല, ഇപ്പം അടുത്ത് മുടിപ്പൂവിൽ നമ്മൾ അഷ്റഫ് തങ്ങള് പിന്നെ മജ്ലിസ് എജു പാർക്കിന്റെ ഇതുപോലെ നമ്മൾ ഇന്നിപ്പോൾ നമ്മളെ കരീമാജിന്റെ വരെ ഈ പള്ളിന്റെ അടുത്ത് ചെയ്യും പോലെ അന്ന് ആ ഫാമിലിയുടെ സംഗമം അവിടെയാണ് നടത്തിയത്. അതിനുശേഷം പിന്നൊരു കുടുംബ സംഗമത്തിന് വന്നത് നമ്മളെ ദേവസ്യ ഈ കുടുംബ സംഗമത്തിലാണ്. അള്ളാഹു ഈ കുടുംബത്തിലുള്ള എല്ലാവർക്കും ഞങ്ങൾക്കും ഒക്കെ അള്ളാഹു നല്ല ആരോഗ്യമുള്ള ദീർഘായുസ് അള്ളാഹു തആല നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ഒന്നും കൂടി ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒന്ന് അതാണ്. പരിശുദ്ധ ഖുർആനിൽ ഞാൻ കുറച്ചു നേരെ വേദ പറയുള്ളൂ. ആ പറയണത് നല്ല മട്ടത്തിൽ പറയും. അത് നമ്മളെല്ലാവരും ഒന്ന്, ഞാൻ അവിടെ ശീർണി ഉണ്ടാക്കുന്നവരോട് ഞാൻ പറഞ്ഞു, പാക്കിങ് ചെയ്യുന്നവരോട് വേം പാക്കിംഗ് ആക്കി, നിങ്ങളെ പാക്കിംഗ് ഒന്നും ആയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ സ്റ്റേജിൽ നിന്ന് കാക്കുന്ന ഒരവസ്ഥ വരാൻ പാടില്ല. നിങ്ങൾ വേം പാക്കിംഗ് ആക്കണം. ഞാൻ കുറച്ച് നേരം വാല് പറഞ്ഞിട്ട് നമുക്ക് നല്ലൊരു ദുആ നടത്തണം. നമ്മൾ വാലമുണ്ട ഉസ്താദ് അൽഹംദുലില്ലാഹ് ഇവിടെ വന്ന് സംസാരിച്ച് ദുആയൊക്കെ ചെയ്തു. ഞാൻ ഉസ്താദ് ഓട്ടോറിക്ഷയിലിരിക്കുമ്പോൾ ഞാൻ ഉസ്താദിനെ അങ്ങോട്ട് പോയി കണ്ടു. ഉസ്താദ് പറഞ്ഞു, ഞാൻ പോവാണെങ്കിലും നിങ്ങളെ വേല ഞാൻ എപ്പോഴും യൂട്യൂബിൽ കേൾക്കാറുണ്ട്, എനിക്ക് കാലിന് പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാൻ വന്നതാണ് എന്ന് പറഞ്ഞു. അല്ലാഹുവേ, വാലമുണ്ടോ ഉസ്താദ് എന്നൊക്കെ പറഞ്ഞാൽ പഴയ കാലത്തൊക്കെ എല്ലാ ഉറൂസുകളിലും ഞാൻ ബൈത്തടുക്കത്ത് പഠിക്കണ സമയത്തൊക്കെ അന്ന് പോലും ബൈത്തടുക്കത്തെ ഉറൂസിലൊക്കെ നിരന്തരം, അത് സ്വലാത്ത് വാർഷികമായാലും ഉറൂസിനായാലും ഒരു ദിവസം വാലമുണ്ടോ ഉസ്താദിന്റെ വഅദ് പതിവാണ്. അങ്ങനെ പഴയ കാലം മുതൽക്ക് തന്നെ വഅദ് പറഞ്ഞിരുന്ന വലിയ മനുഷ്യനാണ് വാലമുണ്ടോ ഉസ്താദ്. ഉഖ്റവിയായ ആലിമീങ്ങളിൽപ്പെട്ട മഹാനാണ് വാലമുണ്ടോ ഉസ്താദ്. അല്ലാഹു ഉസ്താദിന് നല്ല ആഫിയത്തുള്ള ദീർഘായുസ് അല്ലാഹു തആല പ്രദാനം ചെയ്യട്ടെ. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൻ നിസാ എന്നൊരു സൂറത്തുണ്ട്. പെണ്ണുങ്ങളെ സൂറത്താണ് സൂറത്തുൻ നിസാ എന്ന് പറഞ്ഞാൽ. ആ സൂറത്തുൻ നിസായിലെ ഒരു ആയത്താണ് ഞാൻ ഇന്നത്തെ ഈ കുടുംബം സംഘടിപ്പിച്ച ഈ വഅദിന്റെ തുടക്കത്തിൽ ഞാൻ ഓതി കേൾപ്പിച്ച ആയത്ത്. വഅബ്ദുല്ലാഹ. ആ സൂറത്തിൽ എന്താണ് അല്ലാഹു തആല പറയുന്നത്? വഅബ്ദുല്ലാഹ, നിങ്ങളെല്ലാവരും അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യണം. മനുഷ്യനെ അല്ലാഹു തആല പടച്ചത് തന്നെ എന്തിനാണ്? അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാനാണ്. അത് ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞതാണ്, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യവർഗത്തെയും ജിന്ന് വർഗത്തെയും നാം പടച്ചത് സൃഷ്ടാവായ അല്ലാഹുവാകുന്ന എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ്. ആ റബ്ബാണ് സൂറത്തു നിസായിൽ അല്ലാഹ് പറയുന്നത്, വഅബ്ദുല്ലാഹ, ആ അല്ലാഹുവാകുന്ന എനിക്ക് നിങ്ങൾ ഇബാദത്ത് ചെയ്യണം. വലാ തുശ്രികൂ ബിഹി ശൈആ, ആ അല്ലാഹുവിനോട് വേറെ ഒന്നിനെയും നിങ്ങൾ പങ്കു ചേർക്കരുത് കേട്ടോ, കൂട്ടുകാരാക്കരുത് കേട്ടോ. മറ്റുള്ള ദൈവങ്ങളെ നിങ്ങൾ പൂജിക്കരുത്, മറ്റുള്ള ആരാധ്യ വസ്തുക്കളെ പൂജിക്കരുത്, മറ്റുള്ളവരുടെ ആരാധനയുടെ പിന്നിൽ പോകരുത്, അത് എന്തിന്റെ പേരിലായാലും പോകരുത്. ബഹുദൈവ ആരാധനയിലേക്ക്, ബഹുദൈവ വിശ്വാസത്തിലേക്ക് പോകരുത്. എന്നാൽ ഇത് പറഞ്ഞ അല്ലാഹു തആല ഇതിന് ശേഷം ഒരു രണ്ട് കാര്യം കൂടി അല്ലാഹ് പറയാണ്. എന്താണ് അല്ലാഹ് പറയുന്നത്? ജനങ്ങളെ, എനിക്ക് നിങ്ങൾ ഇബാദത്ത് ചെയ്തിട്ട്
ആ ഇബാദത്ത് കൊണ്ട് നിങ്ങൾക്ക് ആഖിറത്തിൽ രക്ഷപ്പെടണമെങ്കിൽ കേവലം എനിക്ക് ഇബാദത്ത് ചെയ്താൽ മാത്രം പോരാ. അതിന് പുറമേ നിങ്ങളെ ജീവിതത്തിൽ നിങ്ങൾ രണ്ട് കാര്യം കൂടി ശ്രദ്ധിക്കണേ. സൂറത്തുൻ നിസായിലെ 36 നമ്പർ ആയത്തിൽ അല്ലാഹ് പറഞ്ഞതാണ്, എന്താണ് ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യം. ഇതൊരു കുടുംബം സംഘടിപ്പിച്ച പരിപാടി ആയതുകൊണ്ടാണ് ഞാൻ ആ ആയത്ത് ഇന്നത്തെ വാലിന്റെ തുടക്കത്തിൽ ഓതി കേൾപ്പിച്ചത്. അതേതാണ് രണ്ട് കാര്യം? വബിൽ വാലിദൈനി ഇഹ്സാനാ വബിദിൽ ഖുർബാ. അല്ലാഹുവാകുന്ന എനിക്ക് നിങ്ങൾ ഇബാദത്ത് ചെയ്യണമെന്ന് അല്ലാഹ് പറഞ്ഞില്ലേ? ആ ഇബാദത്ത് ചെയ്തത് കൊണ്ട് നിങ്ങൾ ആഖിറത്തിൽ രക്ഷപ്പെടണമെങ്കിൽ നിങ്ങൾ കൃത്യമായും നിസ്കരിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ ഖുർആൻ ഓതുന്നുണ്ടല്ലോ, ദിക്റും സ്വലാത്തും തസ്ബീഹും എല്ലാം ചൊല്ലുന്നുണ്ടല്ലോ. എന്നാൽ ഇതെല്ലാം ചൊല്ലുന്നത് കൊണ്ട് ആഖിറത്തിൽ നിങ്ങൾ രക്ഷപ്പെടണമെങ്കിലോ ഖുർആനിൽ അല്ലാഹു തആല പറയാണ്, വബിൽ വാലിദൈനി ഇഹ്സാനാ. കുടുംബത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടു പേർ, ഒന്ന് ഉമ്മയും ബാപ്പയുമാണ്. ആ ഉമ്മാക്കും ബാപ്പാക്കും നിങ്ങൾ ഗുണം ചെയ്യണേ. നോക്കൂ, നിങ്ങൾ അല്ലാഹു ആകുന്ന എനിക്ക് ഇബാദത്ത് ചെയ്തത് കൊണ്ട് നിങ്ങൾ ആഖിറത്തിൽ രക്ഷപ്പെടണമെങ്കിൽ രണ്ട് കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിച്ചാലേ എനിക്ക് ഇബാദത്ത് ചെയ്തത് കൊണ്ട് ആഖിറത്തിൽ രക്ഷപ്പെടുള്ളൂ എന്ന് പറഞ്ഞു. അതിൽ രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല, ഇനി പറയാൻ പോകുന്നുള്ളൂ. ഒന്നാമത്തെ കാര്യം എന്താണ്? വബിൽ വാലിദൈനി ഇഹ്സാനാ. ഖുർആന്റെ പ്രയോഗം നോക്കൂ. നിങ്ങൾ എത്ര വലിയ ഉസ്താദായാലും, എത്ര വലിയ ദർസ് നടത്തുന്ന മുദരിസായാലും, എത്ര വലിയ മഹല്ലിന്റെ ഖാദിയായാലും, എത്ര വലിയ വാള് പറയുന്ന മൊയ്ലാരായാലും, നിങ്ങൾ എത്ര വലിയ മൊയ്ലാരായാലും, എത്ര വലിയ ആളായാലും, നിങ്ങൾ എത്ര വലിയ പണക്കാരനായാലും, എത്ര വലിയ ശമ്പളം പിടിച്ചു പറ്റുന്ന ആളായാലും, എത്ര വലിയ എഡ്യൂക്കേഷൻ ഉള്ളവരായാലും, വിദ്യാഭ്യാസം ഉള്ളവരായാലും, വിദ്യാസമ്പന്നരായാലും, വബിൽ വാലിദൈനി ഇഹ്സാനാ. ഇത് നിങ്ങൾ മറന്നു പോകരുത്. ഏതാണത്? ഉമ്മാക്കും ബാപ്പാക്കും ഗുണം ചെയ്യുക. കുടുംബത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടു പേരാണിവർ, ഉമ്മയും ബാപ്പയും. അവർ കഴിഞ്ഞിട്ടേ മറ്റുള്ളവരെല്ലാവരും ഉള്ളൂ. അതുകൊണ്ടാണ് അല്ലാഹു തആല മാതാപിതാക്കളെ പ്രത്യേകം എടുത്തു പറഞ്ഞത്. വേറെ ഉള്ളവരെ ഈ ആയത്തിൽ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടില്ല. ബാക്കിയുള്ളവരൊക്കെ പിന്നെയാണ് അല്ലാഹ് പറയുന്നത്. ആദ്യം പറയുന്നത് ഉമ്മാക്കും ബാപ്പാക്കും. അതിനർത്ഥം എന്താണ്? ബാക്കിയുള്ളവർക്കൊക്കെ പിന്നെയാണ് സ്ഥാനം. ആദ്യത്തെ സ്ഥാനം ഉമ്മാക്കാണ്, ആദ്യത്തെ സ്ഥാനം ബാപ്പാക്കാണ്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് വബിൽ വാലിദൈനി ഇഹ്സാനാ. ഉമ്മാക്കും ബാപ്പാക്കും ഗുണം ചെയ്യണം. ഉമ്മാക്കും ബാപ്പാക്കും ഗുണം ചെയ്യലെങ്ങനെ? ഉമ്മാക്കും ബാപ്പാക്കും ഗുണം ചെയ്യലെങ്ങനെ? അതിന് ഒരുപാടുണ്ട്. എത്ര പറഞ്ഞാലും മതിയാകൂല. ഉമ്മാക്ക് ഗുണം ചെയ്തിട്ട് മതിയായി എന്നുണ്ടോ? ബാപ്പാക്ക് ഗുണം ചെയ്തിട്ട് മതിയായിട്ടുണ്ട് എന്നുണ്ടോ? ഇല്ലല്ല. എത്ര ഗുണം ചെയ്താലും മതിയാവൂല. ഉമ്മാനെ സന്തോഷിപ്പിക്കേനെ, ബാപ്പാനെ സന്തോഷിപ്പിക്കേനെ. ഏത് വിഷയത്തില്? അല്ലാഹ് പൊരുത്തപ്പെട്ട വിഷയത്തില്. ഉമ്മ പറയുന്നു മോനോട്, മോനെ നീ കള്ളു കുടിക്കണോ? എന്താ ചെയ്യാ? അങ്ങനത്തെ ഉമ്മായി പോയി. അല്ലാഹു ആ ഉമ്മാനെ നന്നാക്കി കൊടുക്കട്ടെ. അങ്ങനെയൊക്കെ ഉമ്മ പറയോ ഉസ്താദേ? അങ്ങനെ ചിലപ്പോ ഏതെങ്കിലും ഒരു ഉമ്മ പറഞ്ഞാലോ മോനോട് നീ കള്ളു കുടി. എല്ലാ ഉമ്മമാരും പറയുന്ന മോനോട് നീ കള്ളു കുടിക്കരുത്, നീ ലഹരി ഉപയോഗിക്കരുത്. പക്ഷേ ഒരു ഉമ്മ എന്ത് ചെയ്തു? മോനോട് പറഞ്ഞു നീ മറ്റുള്ളവരെ പോലെ ആക്കാൻ പാടില്ല, നീ കള്ളു കുടിക്കണോ. എന്നാൽ ആ ഉമ്മാനെ അനുസരിക്കണോ? ആ ഉമ്മാക്ക് ഗുണം ചെയ്യണോ? പറ്റൂല. എന്താ കാരണം? അള്ളാഹു പൊരുത്തപ്പെടാത്ത കാര്യമാണ് ഉമ്മ പറയുന്നത്. അപ്പൊ ഉമ്മാനെ അനുസരിക്കാൻ പാടില്ല. അപ്പൊ ഉമ്മാനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം, ഉമ്മ കള്ളുകുടിക്കാൻ പാടില്ല എന്ന് അള്ളാഹ് പറഞ്ഞിട്ടുണ്ടല്ലോ ഉമ്മ, പിന്നെ എങ്ങനെ ഞാൻ കള്ളുകുടിക്കാൻ നീ പറഞ്ഞത് കൊണ്ട്? ഉമ്മ പറഞ്ഞു മോനെ ഭാര്യന്റെ മോന്തേക്ക് 2 കൊടുക്കണോന്ന് പറഞ്ഞു. ആരറിഞ്ഞു? ഉമ്മ പറഞ്ഞു. നിന്റെ ഭാര്യ ഉണ്ടല്ലേ, ഓളെ മോന്തേക്ക് 2 ചട്ടാളാന്ന് വെക്കണോന്ന് പറഞ്ഞു. ആ ഉമ്മല്ലേ ചൊല്ലിയെന്ന് പറഞ്ഞിട്ട് പോയിട്ട് ചട്ടാളാന്ന് വെക്കാൻ പറ്റുമോ? പറ്റൂല. എന്താ കാരണം? അള്ളാഹ് പറഞ്ഞിട്ടുണ്ട് ഭാര്യനെ വേദനിപ്പിക്കാൻ പാടില്ല. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരെ അടിക്കാൻ പാടില്ല. ഞാൻ ഒരൊറ്റ ഭാര്യയും അടിച്ചിട്ടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആർക്കങ്ങനെ പറയാൻ കഴിയാ? മാ ലറബതു ഇംറഅതൻ ഖത്തു. ലോകത്ത് അങ്ങനെ ഒരാൾക്ക് ഭർത്താവാകാൻ പറ്റേയില്ല. ആർക്കാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോലത്തെ ഒരു ഭർത്താവാകാൻ
ലോകത്ത് ആർക്കാണ് കഴിയുക? ആർക്കും കഴിയില്ല. എന്താ കാരണം? എത്ര ധൈര്യത്തിലാ പറയുന്നറിയോ? ഒക്കെ നിങ്ങളെ കൂട്ടത്തിൽ ആരെങ്കിലും ഒന്ന് ധൈര്യത്തിൽ പറയും, ഞാൻ എന്റെ തിരിയനെ തച്ചിട്ടേ ഇല്ല എന്ന് പറയും നോക്കട്ടെ. അപ്പ അവിടുന്ന് കത്ത് വരും, വെറുതെ പറഞ്ഞിനെ ഇന്നാലിന്ന തീയതി ഓർമ്മ വെച്ചിട്ടുണ്ടാവും, എല്ലാം ഓർമ്മ ഉണ്ടാവും. ചില സ്ത്രീകളുണ്ട്, നമ്മളെ ദേവസ്വ കുടുംബത്തിലെ ഉമ്മപ്പെങ്ങന്മാരൊക്കെ നല്ലവരാ, അള്ളാഹു അവർക്കൊക്കെ വലിയ വർക്കത്തേട്ട്. കരീമാജിന്റെ കുടുംബവും എന്റെ കുടുംബവും നല്ല തന്നെയാണ്. അപ്പൊ നമ്മൾ മാത്രമേ ഇപ്പൊ ദേവസ്വയിൽ പെടാത്തെന്ന് തോന്നുന്നു. കുറച്ചാളുകളൊക്കെ ഉണ്ടാവും ഇവിടെ. നമ്മൾ ദേവസ്വ കുടുംബത്തിൽ പെട്ടവരല്ലെങ്കിലും ആ കുടുംബത്തെ സ്നേഹിക്കുന്ന ആളുകളാണ്. നമ്മൾ ലൈവ് കൊടുക്കണ ബഷീർ മദനിയുണ്ട്, മൂപ്പർ പറയുന്നത് ഞാനും ഉണ്ട്. അള്ളാഹു വലിയ സന്തോഷം കൊടുക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞത് അല്ലേ, ചില ഭർത്താക്കന്മാർ പറയുന്നു, ഉസ്താദെ എന്റെ ഭാര്യക്ക് തീരെ നെനപ്പ് ശക്തി നിൽക്കുന്നേ ഇല്ല, ഓർമ്മ നിൽക്കുന്നില്ല. എന്താ കാരണോ? കുളിക്കാൻ പോയാല് ചില സ്ത്രീകൾ അങ്ങനെയാണ്. നിങ്ങളെ കുളി റൂമിൽ പോയി നോക്കി, എത്ര പൊന്നുണ്ടാവും അവിടെ. കാതിൻ്റെത് അവിടെ ഉണ്ടാവും, ചിലപ്പോ മോതിരുണ്ടാവും, കുളിക്കുമ്പോ ചിലപ്പോ മാല അയച്ചു വെച്ചിട്ടുണ്ടാവും, അതും അവിടെ ഉണ്ടാവും. പിന്നെ അതിന് ശേഷം ഭർത്താവ് കുളിക്കാൻ പോയപ്പോഴാണ് ഭർത്താവ് തിരിച്ചു വരുമ്പോ അയാൾക്കറിയാലോ സ്വർണത്തിന്റെ വില. ഒരു പക്ഷേ വേണ്ടി വരും എന്ന് ചിന്തിക്കും ഭർത്താവ്. അതിൽ പൈസ ഇല്ലാതായാൽ ചിലപ്പോ ഭാര്യനോട് ചോദിക്കാലോ, ഞാൻ പിന്നെ വാങ്ങിത്തരാം മാല, ഇപ്പൊ ഒരു അത്യാവശ്യമുണ്ട് എന്ന്. അപ്പൊ ഈ ഭർത്താവ് പിന്നെ കുളിച്ചിട്ട് വരുമ്പോഴാണ് എന്തിനാ കൊണ്ടുവരിക? ഈ മാല, ഇതൊക്കെ ഭാര്യ അഴിച്ചു വെച്ചതൊക്കെ പിന്നെ ഭർത്താവ് കൊണ്ടുവരിക. എന്താ കാരണം? ഭാര്യക്ക് ഓർമ്മ ഉണ്ടായിട്ടില്ല. അപ്പൊ ഭർത്താവ് വന്നിട്ട് ഭാര്യനോട് ചോദിക്കും, നീ മോതിരല്ലോ അവിടെ വെച്ചിട്ട് വന്നതാ? യാ നക്ക് നെനപ്പേ ഇല്ലല്ലേ ബാവ. അപ്പൊ ബാവായി. ആര് ബാവ? ഭർത്താവ്. നക്ക് നെനപ്പേ ഇല്ലാത്ത ബാവ. കണ്ട, ഇപ്പൊ കുളിക്കാൻ പോയപ്പോ അയച്ചു വെച്ച അത് നെനപ്പില്ല. ചിലപ്പോ ചായ തരും ഭർത്താവിന്, ഭാര്യ ചായ ഉണ്ടാക്കി തരും, കട്ടൻ ചായ അല്ലെങ്കിൽ പാൽ ചായ. അപ്പൊ ചിലപ്പോ മധുര ഇടാതെ കൊണ്ടുവന്ന് തരും. ചിലപ്പോ ഭർത്താവിനാണെങ്കിൽ മധുരം വേണ്ടി വരും. അപ്പൊ ഭർത്താവ് മെല്ലെ കുടിക്കും, നോക്കുമ്പോ ഇത് ചപ്പയാണ്. അപ്പൊ മധുരം ഇട്ടിട്ടില്ലേ? നെനപ്പേ ഇല്ല. നിന്റെ തലയിൽ എന്തരടി ഉള്ളോ? ഭർത്താവ് ചോദിക്കും, നിന്റെ തലയിൽ എന്താ ഉള്ളേ? ചിലപ്പോ ഭർത്താവിന് ചപ്പ ചായയാണ് വേണ്ടത്, എന്നും ചപ്പ ചായയാണ് കൊണ്ടുവരിക ഭാര്യ. പക്ഷെ ഒരു ദിവസം പഞ്ചസാര ഒക്കെ ഇട്ടിട്ടാ കൊണ്ടുവന്ന് കൊടുക്കുന്നത്. ഇയാൾ കുടിക്കുമ്പോ മധുരണ്ട്, നിക്കുന്നില്ല എനിക്ക് ചപ്പ വേണോന്ന്, നീ എന്താ മധുര ഇട്ടത് കൊണ്ടുവന്ന്? നെനപ്പേ ഇല്ല ബാവ. അതാ ഭർത്താവ് പറഞ്ഞേ, ഓർമ്മല്ല ഉസ്താദേ, ഭാര്യക്ക് ഓർമ്മശക്തി കുറഞ്ഞു. ആര് പറഞ്ഞേ? ഭാര്യക്ക് ഓർമ്മ ഉണ്ടോ ഇല്ലേ എന്ന് പരിശോധിക്കാൻ നല്ലൊരു വഴി ഞാൻ പറഞ്ഞുതരാം. എന്താ? നിങ്ങൾ ഭാര്യനെ അടിച്ച ഒരു ദിവസം ഭാര്യക്ക് നല്ല ഓർമ്മ ഉണ്ടാവും. അത് ചിലപ്പോ 5 വർഷം മുമ്പ് നടന്നതായിരിക്കും. അതിപ്പോഴും പറയും, 5 കൊല്ലം മുമ്പ് നിങ്ങൾ എന്നെ തച്ചിനാരല്ലേ, ഞാൻ മറന്നിട്ടില്ല. എത്ര കൊല്ലം മുമ്പ്? ഇപ്പൊ കുളിക്കാൻ പോയപ്പോ അയച്ചു വെച്ച മോതിരം കൊണ്ടുവരാൻ മറന്ന്. ഇപ്പൊ 2 മിനിറ്റ് മുമ്പ്. 5 കൊല്ലം മുമ്പ് തയ്ച്ചതിന്റെ അപ്പോഴും ഉണ്ട്. ഭാര്യന്റെ ഓർമ്മ ശക്തിയാണ്. എന്താ ഞാൻ പറഞ്ഞു തന്നത്? ഉമ്മ പറഞ്ഞ് മോനോട്, മോനെ ഭാര്യനെ അടിക്കണോന്ന് പറഞ്ഞ് അടിക്കാൻ പറ്റുമോ? ഭാര്യനെ അടിക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് അടിക്കാൻ പറ്റുമോ? ഉമ്മ പറഞ്ഞോണ്ട് ഇല്ല. ബാപ്പ പറഞ്ഞു, ബാപ്പനോട് നല്ല സ്നേഹമാണ്, ഉമ്മനോട് നല്ല സ്നേഹമാണ്, എന്നാലും ബാപ്പ പറഞ്ഞു ഓളെ 2 കൊടുക്കണോ ഓൾക്കെന്ന് എന്ന് കരുതിയിട്ട് കൊടുക്കാൻ പറ്റുമോ? പറ്റൂല. എന്താ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാടില്ല എന്ന് പറഞ്ഞതാണ്. ഇസ്ലാം പാടില്ല എന്ന് പറഞ്ഞതാണ്. അവിഷയത്തിൽ മാതാപിതാക്കൾ അനുസരിക്കാൻ പാടില്ല. മാതാപിതാക്കൾ നല്ലത് പറയുമ്പോ, ഇസ്ലാം അംഗീകരിച്ചത് പറയുമ്പോ അനുസരിക്കണം. ഒരു ഉമ്മാനെ ഏറ്റവും സന്തോഷിപ്പിക്കുന്ന വഴി ഏതാണ്? ഒരു ബാപ്പാനെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്ന വഴി ഏതാണ്? ബാപ്പ പറഞ്ഞത് മോൻ അനുസരിക്കണം, ഉമ്മ പറഞ്ഞത് മോൻ അനുസരിക്കണം. അതിന്റെ അത്ര വലിയ സന്തോഷം ഉമ്മാക്കും ബാപ്പക്കും വേറൊന്നുമില്ല. ആ മകൻ അധ്വാനിച്ചിട്ട് ഉമ്മാക്ക് കൊടുക്കുന്നത് കഞ്ഞു അച്ചാറും ആണെങ്കിൽ പോലും ഉമ്മാക്ക് അതിലൊരു ബേജാറും ഉണ്ടാകൂല. ബാപ്പാക്ക് കൊടുക്കുന്നതും കഞ്ഞിയും അച്ചാറും ആണെങ്കിൽ പോലും ബാപ്പക്ക് അതിലൊരു ബേജാറുണ്ടാകൂല. പക്ഷേ ഉമ്മാക്കും ബാപ്പാക്കും ബേജാറുണ്ടാകുന്നത് എപ്പോഴാണ്? ഞാനൊരു കാര്യം പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ കാര്യം എന്റെ മകൻ കേട്ടില്ലല്ലോ. ഉമ്മ ചിന്തിക്കാണ്, ഞാൻ എന്റെ മോളോടൊരു കാര്യം പറഞ്ഞിട്ട് എന്റെ മോള് ഞാൻ പറഞ്ഞത് കേട്ടില്ലല്ലോ.
ആ സമയമാണ് ഉമ്മാക്ക് വല്ലാണ്ട് വിഷമമാകുന്നത്, ബാപ്പാക്ക് വല്ലാണ്ട് ബേജാറാകുന്നത്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞത്, ഓ ജനങ്ങളെ, നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് പ്രധാനമായും വബിൽ വാലിദൈനി ഇഹ്സാനാ, ഉമ്മാക്ക് ഗുണം ചെയ്യാൻ മറന്നു പോകരുത്, ബാപ്പക്ക് ഗുണം ചെയ്യാൻ മറന്നു പോകരുത്. ആ ഉമ്മാക്ക് ഒരു കുറവും വരാതെ മക്കൾ ഉമ്മാനെ നോക്കണം, ബാപ്പക്കൊരു കുറവും വരാതെ മക്കള് ബാപ്പാനെ നോക്കണോ. എന്തേ കാരണം? ഞാൻ എപ്പോഴും എന്റെ വാതിൽ പറയാറുണ്ട്, ഒരു ഉമ്മാക്കും ഒരു ബാപ്പക്കും 12 മക്കളുണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴത്തെ കാലം പോലെയല്ലല്ലോ, സുബ്ഹാനല്ലാഹ്. ഇപ്പോഴോ 4 പിന്നെ മതി. അങ്ങനെയാണ്, ഇപ്പൊ അങ്ങനെയാണ്. 4 മതി, നാം 2, നമുക്ക് 2. എന്നിട്ടൊരു ന്യായം പറയും, സ്മോൾ ഫാമിലി ഈസ് എ ഹാപ്പി ഫാമിലി. കന്നഡയിൽ വേണമെങ്കിൽ പറയും, ചിക്ക സംസാര സുഖക്ക ആധാര. അങ്ങനെ പറയാ, ചിക്ക സംസാര സുഖക്ക ആധാര എന്ന് പറയും. ഞാൻ പറഞ്ഞു വന്നത്, എന്നാൽ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്, പഴയ കാലം അങ്ങനെയല്ല. പഴയ കാലം ആരോട് ചോദിച്ചാലും എത്ര മക്കോ, നിനക്ക് മക്കെത്ര ചോദിച്ചാ പറയും, മക്കോ 14. ചിലപ്പോ പറയാൻ, ചിലപ്പോ ചങ്കണെങ്കിൽ മെല്ലെ ഉസ്താനെ വിളിച്ചിട്ട് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് പറയും, പൊയ്നാല് എന്ന് പറഞ്ഞാൽ 14, 12, 13 അതിന്റെ പരിസരത്തേ ഉണ്ടാവുള്ളൂ. ഏതായാലും 10ന്റെ മുകളിലോട്ട് തന്നെ, 10ന്റെ താഴോട്ടില്ല. അങ്ങനെയാണ്. ഇന്ന് അത് കേട്ട് കിട്ടാൻ വളരെ അപൂർവമാണ്. അത് കേട്ട് കിട്ടാൻ ഏത് 10ന്റെ മുകളിൽ. അള്ളാഹു നമ്മുടെയൊക്കെ കുടുംബജീവിതത്തിൽ ബർക്കത്ത് ചെയ്യട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, പണ്ടൊക്കെ പ്രായമുള്ള ഉമ്മമാര്, പണ്ടത്തെ പ്രസവമൊക്കെ എന്തായിരുന്നു അല്ലേ? ഈ മണ്ണിന്റെ മണം എന്ന് പറഞ്ഞാൽ ഗർഭിണികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടാന്ന് അറിയില്ല, അവർ വേദമൊക്കെ ഉണ്ടാവും, അപ്പൊ അവർക്കും കൂടി ഉപകരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ്. പണ്ടത്തെ വീടുകളൊക്കെ എങ്ങനെയാണ്? പണ്ടത്തെ വീടെല്ലാം മണ്ണിൻ്റെതാണ്. ഈ സാറിനാക്കി ഉണ്ടാവില്ലല്ലോ, മതിലല്ലോ അല്ലെ? അങ്ങനെയല്ലേ? നമ്മളെ ബലന്തൂറിലൊക്കെ പണ്ടൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നില്ലേ വീടൊക്കെ? സാറിനൊന്നും ചെയ്യൂല. അപ്പൊ ഈ ഗർഭിണികൾ എന്താ ചെയ്യുന്നറിയോ? ഒരു പ്രായമുള്ള ഒരാൾ എന്നോട് പറഞ്ഞതാ, ഈ വിഷയം പറഞ്ഞതാണ്. അത് പണ്ട്, ഇന്നത്തെ ഈ പെൺമക്കൊന്നും അത് അറിഞ്ഞോളുന്നില്ല. ഒരു ചിലപ്പോൾ ഇത് പറയുമ്പോൾ ചിരിക്കും. പക്ഷെ കൂട്ടത്തിൽ പെങ്ങന്മാരെ, നിങ്ങളെ ഇടയിൽ പ്രായമുള്ളൊരു ഉമ്മ ഉണ്ടാവും. ആ ഉമ്മാരോട് നിങ്ങൾ ചോദിച്ചു നോക്കിയില്ല, ഒക്കെ ഉസ്താദ് പറയുന്നത് നേരെ തന്നെയാണ്, ഒക്കൂന്ന് പറയുമോ? നിങ്ങൾക്കത് മനസ്സിലാവില്ല. അപ്പൊ എന്താണ്, ഈ മണ്ണിന്റെ സ്മെല്ല് ഭയങ്കര ഇഷ്ടം. അപ്പൊ ആരും ഇല്ലാത്ത സമയത്ത് മെല്ലെ പോയിട്ട് മണ്ണങ്ങ് ഇളക്കിയിട്ട് അത് മെല്ലെ മണത്തിട്ട് അങ്ങനെ നക്കൂല. ഏത്? ആര്? ഗർഭിണികള്. ഇന്നത്തെ ഗർഭിണികൾ എന്താ, ഉപ്പിലിട്ടത് അതിന്ന ഒരു കഥ ഇഷ്ടം. പണ്ട് അങ്ങനെയാണ്. എന്നിട്ട് മറ്റേ നമ്മളെ ചിമ്നെണ്ണ എന്ന് പറയും, നമ്മളെ എണ്ണ, മറ്റേ നിങ്ങളെന്താ പറയുന്ന മണ്ണെണ്ണ, അതിന്റെ മണ്ണോ ഇല്ലേ? പെട്രോൾ പമ്പിൽ പോയി നിന്നിട്ടോ ഇങ്ങനെ ആക്കുന്നത്. എന്താ കാരണം? ഭയങ്കര മണോ ഡീസലിന്റെ. ഗർഭിണികൾക്ക് ആ കാലത്ത് ഗർഭിണികൾക്കൊക്കെ ഈ മണം ഭയങ്കര ഇഷ്ടമല്ല. ഏത്? ഈ മണ്ണെണ്ണ ഉണ്ടല്ലേ, നമ്മൾ ഈ ബലന്തൂരിൽ എന്താ പറയുന്നതിന്? ചിമ്നെണ്ണ തന്നെയല്ലേ നമ്മളെ ഭാഷയിൽ തന്നെ. ചോദിച്ചു നോക്കിയില്ല. അങ്ങനത്തെ ഒരു കാലം ഉണ്ടായിരുന്നു, പഴയ കാലം. ഞാനിപ്പോ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, എന്നാ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി, ആ ഉമ്മാനെയും ബാപ്പാനെയും സന്തോഷിപ്പിക്കണോന്ന് അറിഞ്ഞില്ലേ? എങ്കില് പണ്ട് ആ ഉമ്മയും ബാപ്പയും ചോറെത്തിയില്ലേ? ഷീറിനെത്തിയില്ലേ? എത്തിയല്ലേ? അല്ല ഷീറിനല്ലേ? ഇപ്പൊ കൊടുക്കണ്ട, വേല തീരാനായിട്ടില്ല. അത് നല്ല ചൂടുണ്ടാവും. ഇപ്പൊ നിങ്ങളെ കയ്യിൽ കിട്ടിയാൽ കൈ പൊള്ളും ചിലപ്പോ, കുറച്ചൊന്ന് കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ്. അപ്പോ പഴയ കാലത്ത് ഒരു ഉമ്മയും ഒരു ബാപ്പയും 12 മക്കളെ പോറ്റുമ്പോൾ അവർക്കൊരു ബേജാറും ഉണ്ടായിട്ടില്ല, അവർക്കൊരു കഷ്ടപ്പാടും തോന്നിയിട്ടില്ല. ചിലപ്പോൾ തോന്നിയെങ്കിൽ പോലും അത് മറ്റുള്ളവരോട് പറയാൻ അവർക്ക് മനസ്സ് വന്നിട്ടില്ല. ഇന്ന് അതേ 12 മക്കളുടെ ബാപ്പ, അതേ 12 കുട്ടികളെ ഉമ്മ, ആ കുട്ടികളെ കൂട്ടത്തിൽ ആൺമക്കളുമുണ്ട് പെൺമക്കളുമുണ്ട്. പക്ഷേ ബാപ്പക്കങ്ങ് പ്രായമായപ്പോ, ഉമ്മാക്കങ്ങ് പ്രായമായപ്പോ ഈ 12 മക്കൾക്കും ചേർന്നിട്ട് ഒരു ഉമ്മാനെ നോക്കാൻ കഴിയുന്നില്ല.
ഒരു ബാപ്പാനെ നോക്കാൻ കഴിയുന്നില്ല. ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരു ഉമ്മാനെ നോക്കാൻ, ഒരു ബാപ്പാനെ നോക്കാൻ. ചോദിക്കട്ടെ മക്കളെ, അന്ന് ഇതേ ഉമ്മയും ബാപ്പയും 12 മക്കള് അവർക്കൊരു ബുദ്ധിമുട്ടില്ലാതെ നോക്കിയില്ലേ? അന്ന് ആ ബാപ്പക്കും ഒരു ബുദ്ധിമുട്ടും തോന്നിയില്ലല്ലോ, ആ ഉമ്മക്കും ഒരു ബുദ്ധിമുട്ടും തോന്നിയില്ലല്ലോ. ഇന്ന് ഏത് പൊരലും ഉമ്മാനെ ഇരുത്തണമെന്ന വിഷയത്തിൽ മക്കളെല്ലാരും ചേർന്നിട്ട് മീറ്റിംഗ് ചേരാണ്. സുബ്ഹാനല്ലാഹ്, ഓരോ മാസം ഓരോരുത്തന്റെ വീട്ടിൽ അതേ പന്തിനെ കാലുകൊണ്ട് ചവിട്ടി കളിക്കുന്നത് പോലെ എന്നോട് വിഷമം തോന്നിയാലും സാരമില്ല, പറയേണ്ടത് പറയാതിരിക്കാൻ പറ്റൂല, അറിയിക്കേണ്ടത് അറിയിക്കാതിരിക്കാൻ പറ്റൂല, കൈമാറേണ്ട സന്ദേശം കൈമാറാതിരിക്കാൻ പറ്റൂല. ഇതേ കുട്ടികളെ കാലുകൊണ്ട് പന്ത് ചവിട്ടി കളിക്കുന്നത് പോലെ, ബോള് ചവിട്ടി കളിക്കുന്നത് പോലെ ഓരോ മാസം ഓരോ മക്കളെ വീട്ടിലേക്ക് മാതാപിതാക്കളെ പറഞ്ഞു വിടുന്നു. എന്തേ അങ്ങനെ ചെയ്യുന്നത്? ചെയ്യാൻ കാരണം എന്റെ പൊരല് മാത്രം ഇരുത്തിയിട്ട് ബാപ്പാനെ നോക്കാൻ ബുദ്ധിമുട്ടാണ്, ഉമ്മാനെ നോക്കാൻ ബുദ്ധിമുട്ടാ. എടോ ചോദിക്കട്ടെ, അന്ന് നിന്റെ ബാപ്പക്കും നിന്റെ ഉമ്മാക്കും നിങ്ങൾ 12 മക്കളെ നോക്കുമ്പോ അവർക്കൊരു ബുദ്ധിമുട്ടും തോന്നിയില്ലല്ലോ. അതാണ് പരിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം. അത് പഴയ കാലത്തേക്ക് മാത്രമല്ല ബാധകം, എക്കാലത്തും അത് വലിയ മാഹാത്മ്യമുള്ള സന്ദേശമാണ്. വബിൽ വാലിദൈനി ഇഹ്സാനാ, ഉമ്മാക്ക് ഗുണം ചെയ്യാൻ മറക്കണ്ട, ബാപ്പക്ക് ഗുണം ചെയ്യാൻ മറക്കണ്ട. ഉമ്മ എന്ത് ചോദിച്ചാലും വാങ്ങിക്കൊടുക്കണം, ബാപ്പ എന്ത് ചോദിച്ചാലും വാങ്ങിക്കൊടുക്കണോ. അതിനൊരു കുറവ് കാണിക്കാൻ പാടില്ല, കയ്യില് പൈസ ഇല്ല എന്ന് നോക്കാൻ പാടില്ല. കഴിയുന്നുണ്ടോ എങ്ങനെങ്കിലും ചോദിച്ച് വാങ്ങി കൊടുക്കണോ. ഉമ്മാക്ക് മീൻ തിന്നാൻ ആശയുണ്ട്, അങ്ങനെ ഈ പ്രായമുള്ളവർക്ക് ഓരോ സമയത്തും ഓരോ ആശയാണ്. മറ്റു പല ആശയെല്ലാം ഓരോ തീർന്നിനി, ഇനി ആശ കൂടുതലൊന്നും ഇല്ല. എന്നാലും ചിലപ്പോ പറയും, മോനോട് പറയും, മോൻ ജോലിക്ക് പോയതാണ്, പുത്തൂരിൽ പോയതാണ്, അല്ലെങ്കിൽ സുള്ളിയത്തേക്ക് പോയതാണ്. അപ്പൊ ഉമ്മ പൊരന്ന് വിളിച്ചിട്ട് പറയുന്ന മോനോട്, മോനെ നീ വരുമ്പോണ്ടല്ലേ കുറച്ച് മത്തി കിട്ടുന്ന നോക്ക്. ഉമ്മ വേറെന്ത് പറയാലേ, ഉമ്മ നിന്റെ മാഞ്ചി ഐക്കോറോ അഞ്ചല് ഗിഞ്ചല് ഗെഞ്ചല് അതൊന്നും ഉമ്മ പറയാലേ. മാഞ്ചി എന്നല്ലേ പറയാ അല്ലേ, മാഞ്ചി അഞ്ചല് അതൊന്നും ഉമ്മ പറയാല. ഉമ്മ എന്ന് പറയുന്നേ കുറച്ച് മിണ്ടി സംസാരിക്കുക. നിങ്ങളെ ഉമ്മമാരല്ല മാഞ്ചി എന്നെ പറയുന്നല്ലേ, അങ്ങനെ നിങ്ങൾ മിണ്ടാത്ത. ഉമ്മ എന്താ പറയണേ, എന്തുകൊണ്ടാ പറഞ്ഞേ? മത്തി കിട്ടുന്ന നോക്ക്, കുറച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ ബങ്കുട കിട്ടുന്ന നോക്ക്. ഏത് ബങ്കട? അയില കിട്ടുന്ന നോക്ക്. അതിന്റെ അപ്പുറം ഉമ്മ പറയാല. മാഞ്ചി അതെല്ലാം അത് വേറെ ആളാ പറയാ, ഉമ്മ പറയില്ല. എന്നാൽ ഉമ്മാനോട് സ്നേഹമുള്ള മോനാണോ, ആ മോൻ വീട്ടിലേക്ക് വരുമ്പോ എങ്ങനെങ്കിലും മത്തി കൊണ്ടുവരും. 2 തരത്തിലുള്ള മക്കളുണ്ടാവും. എന്താ, ഒന്ന് ഉമ്മ പറഞ്ഞതാ, ഞാൻ എന്റെ പുരക്ക് പോകുമ്പോ മത്തിയുമായിട്ട് തന്നെ പോണം. പിന്നെ ചില ആളുകളുണ്ടാവും, എന്താ അതിപ്പോ ഇന്നിപ്പോ കിട്ടിയില്ലെങ്കിലും എന്താ നാളെ കൊണ്ടുപോവാ, നാളെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടെന്ന് ഉറപ്പ്, നീ ജീവിച്ചിരിപ്പുണ്ടെന്ന് ഉറപ്പ്. അതിപ്പോ തന്നെ ഇന്ന് തന്നെ ജീവിച്ചിരിപ്പുണ്ടെന്ന് ഉറപ്പൊന്നുമില്ല. അല്ലാഹു ഞങ്ങൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ്സ് തരട്ടെ. എന്നാൽ നമുക്ക് കഴിവിന്റെ പരമാവധി ചെയ്യാലോ. ഇന്ന് പുരക്ക് പോകുമ്പോ മത്തിയായിട്ട് പോണം. കാരണം അതെന്റെ ഉമ്മ പറഞ്ഞതാണ് എന്ന് കരുതിയിട്ട് മത്തി കൊണ്ടോ പുരക്ക് സ്വർഗം കിട്ടാൻ അത് മതി. ചിലപ്പോ നിസ്കാരത്തായമ്പോ ഒന്നുമല്ല, നിസ്കാരത്തായമ്പോ ഈ ചെയ്ത സുജൂദൊന്നും ആയിരിക്കില്ല. എന്താ പിന്നെ അതല്ലേ അള്ളാഹ് ഇബാദത്ത് ചെയ്യണമെന്ന് പറഞ്ഞ ശേഷം അള്ളാഹ് എന്താ പറഞ്ഞേ, ഈ ചെയ്ത ഇബാദത്ത് ഉപകാരം കിട്ടണ വബിൽ വാലിദൈനി ഇഹ്സാന, ഉമ്മാക്കും ബാപ്പാക്കും ഗുണം ചെയ്യും. അത് മത്തി ഉമ്മ പറഞ്ഞു, മോനെ മത്തി കൊണ്ടാൻ ഒക്കെ പോകുമ്പോ പുരക്ക് പോകുമ്പോ ഉമ്മാക്ക് മത്തി കൊണ്ടുപോയി കൊടുക്കൽ വബിൽ വാലിദൈനി ഇഹ്സാന. ചെറുപ്പക്കാരാ, ക്രിക്കറ്റ് കളിക്കാൻ പോവാൻ, ഫുട്ബോൾ കളിക്കാൻ പോവാൻ. പോകുമ്പോഴാണ് അവന്റെ ചങ്ങായിമാരെല്ലാം പോരന്റെ മുന്നിൽ ഗേറ്റിന്റെ മുന്നിൽ വന്നിട്ട് ബൈക്കിൽ നിൽക്കുന്നു. വാടാ പോയി കളിക്കാൻ പോവാ ഗ്രൗണ്ടിക്ക് എല്ലാവരും ബാറ്റും ബോളും വിക്കറ്റും എല്ലാം പിടിച്ചിട്ട് കളിക്കാൻ പോകുമ്പോഴാ ഉമ്മ പറയുന്നത്, മോനെ ഞാൻ ചായ കുടിച്ചിട്ടില്ലടാ, ചായ കുടിക്കണം. ആയിക്കോട്ടെ നീ കുടിച്ചോ, ഞാൻ ഉണ്ടാക്കി തരണ. അല്ല ഉണ്ടാക്കി തരണ്ട, ചായപ്പൊടി ഇല്ലല്ലേ, ചായപ്പൊടി തീർന്നിന്, ഡബ്ബ കാലി. പണ്ട് നീ പോയിട്ട് പീടിയെന്ന് പോയിട്ട് കുറച്ച് ചായപ്പൊടി കൊണ്ട നോക്കാം.
പഞ്ചസാര കൊണ്ടാ ഇപ്പോഴാ നിങ്ങൾക്ക് ചായപ്പൊടി പറയാം, പഞ്ചസാര കൊണ്ട്. സുബൈക്ക് ഞാൻ ഉണ്ടായിരുന്നല്ലേ പോരല്, നേരത്തെ ഉണ്ടായിരുന്നില്ല. അപ്പൊ എന്താ പറഞ്ഞുകൂടായിരുന്ന? ഇതാ ഇപ്പൊ തന്നെ ഞാൻ ഇപ്പൊ കളിക്കാൻ പോകുന്ന സമയം നിങ്ങൾക്ക് അറിയുന്നില്ലേ? നിങ്ങൾ ഇങ്ങനെ തന്നെ ലാസ്റ്റ് അങ്ങനെ നിങ്ങൾ ഇങ്ങനെ തന്നെ എങ്ങനെ തന്നെ എന്നെ ഇടങ്ങേറാക്കുന്നേ. സുബ്ഹാനല്ലാഹ്. എടാ, ഉമ്മാക്കൊരു ചായ കുടിക്കണമെങ്കിൽ പൊരല് കാപ്പി ചായപ്പൊടിയോ പഞ്ചസാര ഇല്ലെങ്കിൽ നിന്നോടല്ലാതെ അപ്പുറത്തെ പൊരലെ കുട്ടീനോട് പറയാൻ പറ്റുമോ? നീയും ഞാനും അല്ലേ ആ ഉമ്മാന്റെ മക്കള്, ഞങ്ങളല്ലേ കൊണ്ടുവന്ന് കൊടുക്കേണ്ടത്. നിനക്ക് ഉമ്മ ഒരു ഗ്ലാസ് കട്ടൻ ചായ കുടിക്കുന്നതിനേക്കാളും വലുതായ നീ ബാറ്റും കയ്യിൽ പിടിച്ചിട്ട് കളിക്കല്? നിനക്ക് നിന്റെ ഉമ്മ ഒരു ഗ്ലാസ് കട്ടൻ ചായ കുടിക്കുന്നതിനേക്കാളും വലുതായോ നിന്റെ കയ്യിൽ ബോൾ ചെയ്യല്, ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ പോയിട്ട് ക്രിക്കറ്റ് കളിക്കല്? അതിനേക്കാളൊക്കെ എത്രയോ വലുതല്ലേ നിന്റെ ഉമ്മാനെ സന്തോഷിപ്പിക്കല്. അതല്ലേ ഖുർആൻ പറഞ്ഞത്, വബിൽ വാലിദൈനി ഇഹ്സാനാ, അല്ലേ? മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണോന്ന്. അതിനീ പറഞ്ഞ പഞ്ചസാര കൊണ്ടുവന്ന് കൊടുക്കലുമായി അങ്ങനെ. അതുകൊണ്ടാണ് ചില മരുമക്കളെല്ലാം നല്ല ട്രിക്സ് ആക്കും. മരുമക്കളില്ലേ, മകന്റെ ഭാര്യ ഒരു പൊരുൾ എന്തെങ്കിലും ഐറ്റംസ് വേണമെങ്കിൽ ചെയ്യുന്ന ഒരു ട്രിക്സ് ഉണ്ട്. നിങ്ങൾക്ക് അറിയില്ല, അത് നിങ്ങൾക്ക് അറിയണ്ടാവും. എന്താ ട്രിക്സ്? ഓര് പറഞ്ഞ ചിലപ്പോൾ കിട്ടാൻ സാധ്യത കുറവാണ്. എന്താ കാരണം? ചിലപ്പോൾ പറയും ഞാൻ കുറച്ച് തിരക്കില്, ഞാൻ പിന്നെ നോക്കാം, ഇപ്പ വല. ഒരു മെല്ലെ ഉമ്മനെ കൊണ്ട് വിളിപ്പിക്കും, നിങ്ങളെ മോൻക്കൊന്ന് വിളിച്ചിട്ട് ചൊല്ലി നമുക്ക് പുരക്ക് വൈകുന്നേരത്തെ നമുക്ക് ചായക്ക് നിങ്ങൾ കടിയാക്കാൻ അത് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞോളി. ഉമ്മ വിളിച്ച് എന്താ കാരണം? ഓർക്കറിയാം, ഉമ്മ വിളിച്ചു പറഞ്ഞാൽ മോൻ കൊണ്ടുവരും, കൊണ്ടുവരണം. അത് ഖുർആനാ പറഞ്ഞ, വബിൽ വാലിദൈനി ഇഹ്സാനാ, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണം. നിങ്ങളൊന്ന് ചെയ്തു നോക്ക്, ജീവിതത്തിലങ്ങ് ഉയർച്ച കിട്ടും, ജീവിതത്തിലങ്ങ് ബർക്കത്ത് കിട്ടും. അതുകൊണ്ട് ഉമ്മാക്ക് ചെലവാക്കാൻ ബാപ്പക്ക് ചെലവാക്കാൻ ഒരു മടിയും കാണിക്കാൻ പാടില്ല. ഇടക്കിടക്ക് ബാപ്പാക്ക് വലിയ അഹംഭാവത്തിൽ പറയുന്നേ, ബാപ്പാനെ നോക്കുന്നില്ല ഞാൻ തന്നെയല്ലേ. ചില മക്കൾ അങ്ങനെ ഉണ്ട്. ഇപ്പൊ അഭിപ്രായ വ്യത്യാസമായാല് പിന്നെ വലിയ മോനായിരിക്കും ബാപ്പാനെ നോക്കുന്നത്. കാരണം വലിയ മോന്റെ പൊരലായിരിക്കും ചിലപ്പോ ബാപ്പള്ളേ. ബാപ്പാനെല്ലാം നോക്കുന്ന ഇപ്പൊ ഞാൻ തന്നെ എന്ന് ഒരു വാക്ക് പറഞ്ഞു പോകരുത്. ജാഗ്രത, ഒരു വാക്ക് അങ്ങനെ പറഞ്ഞു പോകരുത്. മറ്റു മക്കൾ ആരും നോക്കുന്നില്ലെങ്കിലും ബാപ്പ ഞങ്ങളെ പോരലാണ്, ഞാനാ ഇപ്പൊ ബാപ്പാനെ നോക്കുന്ന. ഉദാഹരണം പറയാം, അല്ലെങ്കിൽ നിങ്ങളിൽപ്പെട്ട ഒരാളാണ് നിങ്ങൾ ഉപ്പാനെ നോക്കുന്നത്, വേറെ മക്കളെല്ലാം ഉണ്ട്. ഒരിടക്കിടക്ക് വന്നിട്ട് ഉപ്പ എങ്ങനെയുണ്ട്, സുഖത്തിലുണ്ടാന്നെല്ലാം പറഞ്ഞിട്ട് ഉപ്പാന്റെ കയ്യിലുള്ള പൈസയും എല്ലാം കൊണ്ടുപോകും. അങ്ങനത്തെ മക്കളുണ്ട്. അത് ഉപ്പമാർക്ക് ശാപാണ്. അങ്ങനത്തെ മക്കൾ നെയ്ക്കാനും പോകുന്നില്ല, ജോലിക്കും പോകുന്നില്ല. ഉപ്പാന്റെ കീശയിലുള്ള പൈസ, എന്തല്ല നീ ഇപ്പൊ പണിക്കൊന്നും പോയിട്ടില്ലേ? ഇല്ല, ഞാൻ പണിക്കൊന്നും പോയിട്ടേ, അതിൽ പൈസ ഒന്നുമില്ല, ഒരു 500 രൂപ നീ തുണ്ടാ. ഇപ്പൊ ഉപ്പാനോട് ചോദിച്ചു വാങ്ങുന്നു, ഓ ഗോണോ, ഓൻ ജോലിക്ക് പോകുന്നില്ല, പണിക്ക് പോകുന്നില്ല. ആ ഉപ്പാക്ക് ഏറ്റവും വലിയ ടെൻഷനാണ് ഈ മോൻ. അങ്ങനെ ഒരിക്കലും വയസ്സായ സമയത്ത് ഉപ്പാന്റെ മനസ്സ് വേദനിപ്പിക്കുന്ന മക്കളാകരുത്. ഉപ്പമാർക്ക് മക്കളൊരു തലവേദനയാകരുത്. അപ്പൊ മൂത്ത മോനോ ഇളയ മോനോ നടുവിലെ മോനോ ആരും ഉമ്മാനെ നോക്കുന്നുണ്ടോ? എന്നാ മറ്റുള്ളവരോട് ഇപ്പൊ ഉപ്പാനെല്ലാം നോക്കുന്ന ഞാൻ തന്നെ. എന്ത് നോക്കുന്നേ? ഏത് നോക്കുന്നേ? എപ്പത്തെ നോക്കല്? പണ്ടത്തെ ഒരു കാലം നിനക്ക് ഓർമ്മയുണ്ടോ? അന്ന് നിന്റെ ഉമ്മയും നിന്റെ ബാപ്പയും, ഞങ്ങളെ ഉമ്മ ബാപ്പന്മാര് ഞങ്ങളെ നോക്കിയത് അതിനാവോ ഇന്ന് ഞമ്മ ഓരോ നോക്കുന്നേ? ആവാ ഏടുക്കും എത്തൂല അത്. അതുകൊണ്ട് തന്നെ എത്ര നോക്കിയാലും അത് പറഞ്ഞ് കാണിക്കരുത്. പ്രത്യേകിച്ച് ഉമ്മാന്റെ മുന്നിൽ, ബാപ്പാന്റെ മുന്നിൽ. മരുന്നിന് കാശ് കൊടുക്കുന്നത് നിങ്ങളായിരിക്കും, ഉമ്മാക്ക് ഗുളിക കൊണ്ടുവന്നു കൊടുക്കുന്നത് നിങ്ങളായിരിക്കും. പക്ഷേ ഒരിക്കൽ പോലും അതിന്റെ കണക്ക് ഉമ്മാനോട് പറഞ്ഞ് മനസ്സ് വേദനിപ്പിക്കരുത്. ബാപ്പാനോട് അതിന്റെ കണക്ക് പറഞ്ഞ് വേദനിപ്പിക്കരുത്. ബാപ്പയും ഉമ്മയും എന്ന് പറഞ്ഞാൽ നമ്മളെ പൊര കാക്കാനുള്ളവരല്ല, ഞങ്ങളെ കുടുംബത്തെ കാക്കാനുള്ളവരല്ല, ഞങ്ങളെ സ്വത്തിനെ കാക്കാനുള്ളവരല്ല. ഇവനും ഭാര്യയും മക്കളും നാടൊട്ടാകെ കറങ്ങി നടക്കുകയാണ്. അപ്പോഴും ഉമ്മാനെയും ബാപ്പാനെയും വീട്ടിലാക്കി പോവാണ്. എന്തേ കാരണം? പൊര കാക്കാൻ വേണ്ടിയിട്ട്, സ്വത്ത് കാക്കാൻ വേണ്ടിയിട്ട്. പറയട്ടെ, അങ്ങനെ ഉമ്മാനെയും ബാപ്പാനെയും ഞങ്ങളെ കുടുംബത്തിന്റെയോ വീടിന്റെയോ
പാറാവുകാരായിക്ക് നമ്മളൊന്ന് കണക്കാക്കരുത് കേട്ടോ. ഇരിക്കട്ടെ, ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. ബാപ്പക്ക് നന്നായി കൊടുക്കണം. ചെലവിന് കൊടുക്കുന്നതിനെ കുറിച്ചല്ല പറയുന്നത്, തിന്നാൻ കൊടുക്കുന്നതിനെ കുറിച്ചല്ല പറയുന്നത്. ഇടക്കിടക്ക് ബാപ്പക്ക് പൈസ കൊടുക്കണം, ഇടക്കിടക്ക് ഉമ്മക്ക് പൈസ കൊടുക്കണം. എന്തേ കാരണം? ബാപ്പക്ക് പലതും ആവശ്യമുണ്ടാകും, ഉമ്മക്ക് പലതും ആവശ്യമുണ്ടാകും. അതുകൊണ്ടല്ലേ നിങ്ങളൊന്ന് നോക്കൂ, സൂറത്തുൽ ബഖറ, അൽ ബഖറ സൂറത്തിൽ അല്ലാഹു തആല പറഞ്ഞില്ലേ, യസ്അലൂനക മാദാ യുൻഫിഖൂൻ ഖുൽ മാ അൻഫഖ്തും മിൻ ഖൈരിൻ ഫലിൽ വാലിദൈൻ നബിയേ, അവർ വന്നിട്ട് തങ്ങളോട് ചോദിക്കും. നബിയേ, സ്വഹാബത്ത് വന്നിട്ട് തങ്ങളോട് ചോദിക്കും, മാദാ യുൻഫിഖൂൻ, എന്താണ് അവർ ചെലവഴിക്കേണ്ടതെന്ന് ചോദിക്കും. അങ്ങനെ സ്വഹാബത്ത് വന്ന് ചോദിച്ചാൽ ഖുൽ, നബിയേ, ആ ചോദിച്ചു വന്ന സ്വഹാബത്തിനോടൊന്ന് പറയൂ, മാ അൻഫഖ്തും മിൻ ഖൈരിൻ, നിങ്ങൾ എന്ത് ഖൈർ ചെലവഴിക്കുകയാണെങ്കിലും ആർക്കാണ് നിങ്ങൾ ചെലവഴിക്കേണ്ടത്, ആർക്കാണ് നിങ്ങൾ കൊടുക്കേണ്ടത്? ഖുർആനിൽ അല്ലാഹു പറഞ്ഞത്, ഒന്ന് ഫലിൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് ചെലവഴിക്കണം. മാതാപിതാക്കൾക്ക് കൊടുക്കുന്നതിന് ലിമിറ്റ് കാണിക്കരുത്, മാതാപിതാക്കൾക്ക് സഹായിക്കുന്നതിനൊരു പരിധി കാണരുത് എന്ന് പറഞ്ഞ പരിശുദ്ധ ഖുർആൻ തൊട്ടടുത്ത് രണ്ടാമതായി പറഞ്ഞത് വല്ലഖ്റബീൻ, അതേ കുടുംബത്തിന് നിങ്ങളെ സഹായിക്കണം. നിങ്ങളെ നാടൊട്ടാകെ സഹായിച്ച് നടന്നാ പോരാ. അതേ ഖുർആൻ പറഞ്ഞില്ലേ, വൽ അഖ്റബീൻ, കുടുംബത്തെ നിങ്ങൾ നന്നായി സഹായിക്കണം, കുടുംബത്തെ നന്നായി സഹായിക്കണം. കുടുംബ ബന്ധം പുലർത്തുന്നതിന്റെ ഭാഗമാണ്, കുടുംബ ബന്ധം പുലർത്തുന്നതിന്റെ ഭാഗമാണ് കുടുംബത്തെ സഹായിക്കണം. അല്ലാഹു നമുക്കതിനെ ഭാഗ്യം തരട്ടെ. ഉറക്കാമീൻ പറയണം, അല്ലാഹു നമുക്കതിനെ ഭാഗ്യം തരട്ടെ. കുടുംബത്തെ സഹായിക്കാൻ മറന്നു പോകരുത്. ലോകമൊട്ടാകെ സഹായിച്ചാ പോരാ, ലോകമൊട്ടാകെ സഹായിക്കരുത് എന്നല്ല പറയുന്നത്, സഹായിക്കണം. എന്നാൽ ഏറ്റവും കൂടുതൽ സഹായിക്കേണ്ടത് ആരെയാണ്? ഖുർആൻ പറഞ്ഞു, ഉമ്മ ബാപ്പക്ക് സഹായിച്ചാൽ പിന്നെ സഹായിക്കാനുള്ളത് വല്ലഖ്റബീൻ, കുടുംബക്കാരെയാണ് കേട്ടോ. കുടുംബത്തെ നന്നായി സഹായിക്കണം. കുടുംബത്തെ സഹായിക്കുന്നതിനൊരു കുറവും വരുത്തരുത്. സുബ്ഹാനല്ലാഹ്. ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കണം. ആണുങ്ങൾക്ക് വേറെ തന്നെ ഒരു ഗ്രൂപ്പ്, പെണ്ണുങ്ങൾക്ക് വേറെ തന്നെ ഒരു ഗ്രൂപ്പ്. കുടുംബം എന്ന് പറഞ്ഞിട്ട് ആണും പെണ്ണും മിക്സ്, ഫുൾ അതിൽ തന്നെ. അങ്ങനെ ആകണ്ട. അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. ഒരു കുടുംബത്തിലെ ആണുങ്ങൾക്ക് മാത്രം ഒരു വാട്സപ്പ് ഗ്രൂപ്പ്, പെണ്ണുങ്ങൾക്ക് മാത്രം ഒരു വാട്സപ്പ് ഗ്രൂപ്പ്. പെണ്ണുങ്ങളെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിന്മാർ പെണ്ണുങ്ങ തന്നെ, ആണുങ്ങളെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിന്മാർ ആണുങ്ങ തന്നെ. ഇത് പെണ്ണുങ്ങ ഉള്ള വാട്സപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിൻ ആണ്. അങ്ങനെ ആകണ്ട. ആണുങ്ങൾക്ക് ഒരു ഗ്രൂപ്പ്, പെണ്ണുങ്ങൾക്ക് ഒരു ഗ്രൂപ്പ്. എന്നിട്ടോ ഒരു കണക്കെടുക്കുക, കുടുംബം ഒരു കണക്കെടുക്കുക. ഇത് ഈ കുടുംബം മാത്രമല്ല, ലൈവിൽ കേൾക്കുന്ന എല്ലാ കുടുംബത്തിനും ബാധകമാണ് ഞാൻ ഈ പറയുന്നത്. എന്താ കണക്കെടുക്കേണ്ടത്? കുടുംബത്തിൽ വളരെ പ്രയാസപ്പെട്ട് കഴിയുന്ന ആളുകളുണ്ടാവും. അങ്ങനെയുണ്ടാവും. ഭർത്താവ് മരണപ്പെട്ടു പോയ ഭാര്യ വിധവയായിരിക്കും, ആൺമക്കളില്ല, നയിക്കാൻ പോകുന്ന ആൺമക്കളില്ല, ഒക്കെ പെൺമക്കളാണ്. വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന കുടുംബമാണ്. നമ്മളെ കുടുംബത്തിൽപ്പെട്ടതാണ്. ഉദാഹരണം പറയാം, നമ്മളെ കുടുംബത്തിൽപ്പെട്ടതാണ് എങ്കിൽ കുടുംബത്തിൽ നിന്ന് ഒരു കലക്ഷൻ നടത്തണം. എന്തിന്? കൂടുതലൊന്നും കൊടുക്കണ്ട, കുറച്ച് വേണമെങ്കിൽ ഭർത്തിയാക്കാൻ വേണമെങ്കിൽ കരീമാജിനോട് ചോദിച്ചാലും മതി. കരീമാജി എന്ത് ചോദിച്ചാലും കൊടുക്കും. അങ്ങനത്തെ ആളാണ്. അള്ളാഹു വലിയ വർക്കത്തേട്ടെ, അള്ളാഹു നല്ല ആഫിയത്ത് കൊടുക്കട്ടെ, ഷുഗറും മറ്റു പ്രഷറും ഒക്കെ അള്ളാഹു നോർമലാക്കി കൊടുക്കട്ടെ. അതിനാണ് നമ്മൾ എന്താക്കുക, കൂടുതലൊന്നും വേണ്ട, ഒരു 50 രൂപ പോലെ അല്ലെ, ഒരു 50 രൂപ പോലെ എല്ലാവരും ഇടാം. എന്നിട്ട് ആ പൈസ അങ്ങനെ തന്നെ വെക്കുക. നമ്മളെ കുടുംബത്തിൽ വളരെ പാവപ്പെട്ട ആളുകളുണ്ടാവും.
പാവപ്പെട്ട ചൊല്ലെങ്കിൽ മക്കെല്ലാം ഉണ്ടു, ആണുമക്കെല്ലാം ഉള്ളാര് എന്നെ നയിക്കാൻ പോകുന്നില്ല. ഓനക്ക് എന്ത് സന്നിയാ നയിക്കാൻ പോവാന്? സന്നിയും ചോദിച്ച ബേജാറായില്ലേ? നയിക്കാൻ പോവാൻ എന്തേ അതെന്നെ ചോദിച്ചേ, നയിക്കാൻ എന്തേ പോവാത്തെ? നല്ല കല്ല് പോലത്തെ പാലക്കാരോ, കല്ല് പോലത്തോ എന്തോ ഓൻ വരുന്നുണ്ട് ഇങ്ങനെ നയിക്കാൻ പോകുന്നല്ല. പിന്നെ എന്തിനു കല്ല് പോലത്തെ തടി നയിക്കാൻ പോണോ? നയിക്കാൻ പോണോ പറഞ്ഞ മനസ്സിലായ നിങ്ങൾക്ക്? തിരിഞ്ഞാ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടാ? അങ്ങനെ ആരാ കല്ല് പോലത്തെ പാലക്കാരൻ ഉള്ളവരാ? അല്ലാഹു ബർക്കത്ത്. കണ്ണൊന്നും വെക്കണ്ട. കല്ല് പോലത്തെ പാലക്കാർ ഇപ്പൊ ഈലുള്ള എല്ലാം കല്ല് പോലത്തെ തന്നെ, കല്ലല്ലാത്ത എന്തുമില്ല, പൊയ്യായ ഒന്നുമില്ല, എല്ലാം കല്ലെന്നെ. അള്ളാഹു നിലനിർത്തി തരട്ടെ. ഇനി കല്ല് പൊയ്യാന്ന് വേണ്ട, കല്ലായിട്ട് തന്നെ ഇരിക്കട്ടെ. അള്ളാഹു നമുക്ക് നല്ല ആഫിയത്ത് നിലനിർത്തി തരട്ടെ. അങ്ങനൊന്നുമല്ല, ഞാൻ ഈ പറഞ്ഞ പോലെ ആരുമില്ല പോരല്. ഭർത്താവ് മരിച്ചിട്ട് എത്രയോ കാലായി, നമുക്ക് വയസ്സായി, ആൺമക്കളും ഇല്ല, ഭാര്യ കഷ്ടത്തിലുണ്ട്. അപ്പൊ കുടുംബത്തിലെ കഷ്ടപ്പെട്ടിട്ടുള്ളവർക്ക് ഈ ഫണ്ട് എത്തിക്കുക. അതുമെല്ലാം ഞമ്മന്നെ ഗുളുക്കാക്കിയാൽ പറ്റൂല. എല്ലാം കുടുംബത്തിലുള്ള കളക്ഷൻ ആക്കി ഞമ്മന്നെ ഗുളുക്കാക്കുന്നത് അത് പറ്റൂല. അതിന് കണക്ക് വരേണ്ടി വരും റബ്ബിന്റെ കോടതി. എന്തിനാണോ വാങ്ങണത് അതിന് ചെലവഴിക്കാം. ഞാനിത് വെറുതെ പറയല്ല, അങ്ങനെ നോക്കി നിങ്ങള്. അപ്പൊ ഓരെ സഹായിക്കുക. മാത്രമല്ല രോഗികളുണ്ടാവും, ഞമ്മ ഓരെ തീരെ കണ്ടില്ലെന്ന് നടിക്കരുത്, ഓരെ സഹായിക്കണം. എവിടുത്തെ നാട് ഒട്ടാകെ കൊടുക്കുന്നു, ദുനിയാവ് ഒട്ടാകെ കൊടുക്കുന്നു. അടുത്ത പള്ളി, ഇടുത്ത പള്ളി, അടുത്ത മദ്രസ, ഇടുത്ത മദ്രസ, ഏത് സ്ഥലത്ത് പോയിട്ട് സ്റ്റേജിൽ ഇരുന്നാലും ഫസ്റ്റ് കോനെ കൈവെക്കും. പക്ഷെ അയാളെ കുടുംബത്തിൽപ്പെട്ട പാവങ്ങളിലേക്ക് തിരിഞ്ഞു പോലും നോക്കണില്ല അയാള്. ഖുർആൻ പറഞ്ഞ കണ്ട, വൽ അഖ്റബീൻ, നിങ്ങൾ നല്ലത് ചെലവഴിക്കുമ്പോ ഫസ്റ്റ് കൊടുക്കേണ്ടത് ഉമ്മാക്കും ബാപ്പാക്കും, പിന്നെ കുടുംബത്തിന് കൊടുക്കണം, സ്വന്തം കുടുംബം. എന്റെ കാരണം അതുകൊണ്ടല്ലേ അബൂ അയ്യൂബ് റളിയല്ലാഹു അൻഹു മഹാനവരികളുടെ ഒരു തോട്ടം സ്വതക്ക ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. ഒരു വലിയ തോട്ടം. നമ്മളെ കരീം ചാക്ക് എത്രയോ തോട്ടമുണ്ട്, സ്വതക്ക ചെയ്തതും ഉണ്ടാവാ, സ്വന്തമാക്കിയത് മാത്രമല്ല സ്വതക്ക ചെയ്തതും ഉണ്ട്. ഇവിടുന്ന് അങ്ങോട്ടെല്ലാം കരീം ചാന്റെ തന്നെ പറഞ്ഞു. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. നേരത്തെ യൂസുഫ് സഖാഫി ഉസ്താദ് പറഞ്ഞില്ലേ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഞാൻ മെല്ലെ കാതിൽ മെല്ലെ ചോദിച്ച്, ഏടല്ല ജാഗണ്ട് നിങ്ങൾക്ക് അറിയുന്നാന്ന് ചോദിച്ചു. അങ്ങനെ പണ്ടൊരാൾ അങ്ങനെയല്ല, മെല്ലെ അലമാര തപ്പി നോക്കുമ്പോൾ പല ഒരു ജാഗത്തിന്റെ റെക്കോർഡ് നോക്കിയില്ല. നോക്കുമ്പോ ഇങ്ങനത്തെ ഒരു ജാഗ എന്റെ പേരിലുണ്ടല്ലേ, പിന്നെയാണ് അയാൾക്ക് റെക്കോർഡ് നോക്കുമ്പോൾ മനസ്സിലായി. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഞാൻ അന്ന് ബൈത്തർക്കത്തുള്ള സമയത്തും എപ്പോഴും മൂപ്പരോട് നമ്മ ഭയങ്കര തമാശ പറയല. അങ്ങനെയാണ് ഇപ്പോഴും ആ തമാശ അമ്മ വിട്ടിട്ടില്ല, അമ്മ മറന്നിട്ടില്ല. അപ്പോ ആ തോട്ടം സ്വതക്ക ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പൊ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, നബിയെ, ഞാൻ എന്റെ തോട്ടം സ്വതക്ക ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട്, ആർക്ക് സ്വതക്ക ചെയ്യണോ എന്ന് തങ്ങ പറയണോ? തങ്ങ പറഞ്ഞവർക്ക് ഞാൻ സ്വതക്ക ചെയ്യാം. ഓക്കെ, തങ്ങൾ എന്താ പറഞ്ഞ്? ഇമാം ബുഖാരി മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിലാ ഉള്ളത്, അറാ അൻ തജ്അലഹാ ഫിൽ അഖ്റബീൻ, ആ തോട്ടം കുടുംബത്തിന് സ്വതക്ക ചെയ്യാൻ വേണ്ടി പറഞ്ഞു നബി മുഹമ്മദുർ റസൂലുള്ളാഹി. വേറെ ആർക്കും കൊടുക്കണ്ട, നിങ്ങളെ കുടുംബത്തിലെ സാധുക്കളില്ലേ ഓർക്ക് തന്നെ ആ തോട്ടം സ്വതക്ക ചെയ്തോളി. അപ്പൊ അബൂ അയ്യൂബ് റളിയല്ലാഹു അൻഹു ഇത് ആർക്ക് സ്വതക്ക ചെയ്തേ? സ്വന്തം കുടുംബത്തിലെ എളാപ്പ മൂത്താപ്പാന്റെ മക്കൾക്കാണ് മഹാനവരുകൾ അത് സ്വതക്ക ചെയ്തത് എന്ന് ചരിത്രത്തിൽ കാണാം. അതാ കുടുംബത്തിന് സ്വതക്ക ചെയ്യാം. എന്താ കാരണം? കാരണം എന്താണ്? വേറെ ഒരു പാവപ്പെട്ടവന് സ്വതക്ക ചെയ്താൽ സ്വതക്കന്റെ കൂലിയാ കിട്ടുക. അതിനർത്ഥം മറ്റുള്ളവർക്ക് കൊടുക്കണ്ടെന്നല്ല, ഓർക്കും കൊടുക്കണം. അവർക്കെല്ലാം കൊടുക്കുന്ന കുടുംബത്തെ തീരെ പരിഗണിക്കുന്നില്ല. അങ്ങനെ ആകാൻ പാടില്ല. അവർക്ക് കൊടുത്താൽ സ്വതക്കന്റെ കൂലി. എന്നാൽ കുടുംബക്കാരനായ പാവപ്പെട്ടവന് കൊടുത്താലോ രണ്ട് കൂലി കിട്ടും. ഒന്ന് സ്വതക്ക ചെയ്ത കൂലി കിട്ടും, രണ്ട് കുടുംബ ബന്ധം വെച്ച് പുലർത്തുന്നതിന്റെ കൂലി കിട്ടും. അതാണ് ഖുർആൻ പറഞ്ഞത്, ആ കുടുംബത്തിലെ പാവങ്ങളെ സഹായിക്കണം, കുടുംബത്തിലെ പാവങ്ങളെ സഹായിക്കണം. കുടുംബത്തിലെ പാവങ്ങളെ നമ്മളെ കണ്ടില്ലെന്ന് നടിക്കരുത്. ഇരിക്കട്ടെ, ഞാൻ ഇപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, സുഹൃത്തുക്കളെ, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞില്ലേ, വഅബ്ദുല്ലാഹ,
അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യണം. ആ റബ്ബിനെ ഇബാദത്ത് ചെയ്യുമ്പോൾ തന്നെ ആ ഇബാദത്ത് കൊണ്ട് പരലോകത്ത് രക്ഷപ്പെടണമെങ്കിൽ ഉമ്മ ബാപ്പക്ക് ഗുണം ചെയ്യണം എന്ന് പറഞ്ഞതിന് പുറമെ രണ്ടാമത്തെ കാര്യം അല്ലാഹു പറയാണ്, വബിദിൽ ഖുർബാ, കുടുംബക്കാർക്ക് ഗുണം ചെയ്യണം. കുടുംബക്കാരോട് പിണങ്ങാൻ പാടില്ല, കുടുംബക്കാരിൽ നിന്ന് അകന്ന് നിൽക്കാൻ പാടില്ല. കുടുംബക്കാരോട് അകന്നാൽ, കുടുംബക്കാരോട് പിണങ്ങിയാൽ അവന്റെ എത്ര വലിയ നിസ്കാരമായാലും ആ നിസ്കാരം റബ്ബിന് ആവശ്യമില്ല. നായയിലുള്ളൊരു നല്ല സ്വഭാവം നോക്കൂ നിങ്ങള്. നായ എന്ന ജീവിയില്ലേ, ആ നായയിൽ ഒരു നല്ല സ്വഭാവമുണ്ട്. ആ സ്വഭാവം മനുഷ്യനിൽ ഉണ്ടാകേണ്ടതാണ് എന്ന് ഹസനുൽ ബസരി തങ്ങൾ പറഞ്ഞില്ലേ. 10 സ്വഭാവം നായയിലുണ്ട്. ഇന്നലെ ഞാൻ മഞ്ഞനാടി അൽമദീനയിൽ വഅദ് പറഞ്ഞപ്പോൾ അവസാനത്തെ 5 സ്വഭാവം ഞാൻ ഇന്നലത്തെ വഅദിൽ പറഞ്ഞിട്ടുണ്ട്. ഇന്നലെയല്ല മിഞ്ഞാന്ന് ഞാൻ പുത്തൂർ പുലരിക്കട്ട മഞ്ച ഉറൂസിന്റെ സദസ്സിൽ വഅദ് പറഞ്ഞപ്പോൾ ആദ്യത്തെ 5 സ്വഭാവം അവിടെയും വഅദ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ഇപ്പൊ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷേ ഒരു സ്വഭാവം ഞാൻ നിങ്ങളോട് പറയാം. നായയിലുള്ള ഒരു സ്വഭാവം ഹസനുൽ ബസരി തങ്ങൾ പറഞ്ഞത് മുഅ്മിനിൽ ഉണ്ടാകേണ്ട സ്വഭാവമാണ്. അതെന്താണ് ആ സ്വഭാവം? നായയെ ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങള്? ആ നായയെ ഒരു മനുഷ്യൻ വന്നിട്ട് കല്ലേറ് നടത്തുന്നു, നായയെ ആട്ടി ഓടിക്കുന്നു, നായയെ പായിപ്പിക്കുന്നു. എന്നാൽ കുറച്ച് കഴിഞ്ഞതിന് ശേഷം അതേ നായ വന്നിട്ട്, അതേ മനുഷ്യൻ വന്നിട്ട് ഈ നായക്ക് ഒരു റൊട്ടി കഷ്ണം ഇട്ടുകൊടുത്താൽ, ഒരു പത്തിരി കഷ്ണം ഇട്ടുകൊടുത്താൽ നായ വന്നിട്ട് അതങ്ങ് കഴിക്കൂ. ഒരിക്കലും നായ ആ മനുഷ്യനോട് പ്രതികരിക്കൂല. നായ ചിന്തിക്കുമോ, ഇവനല്ലേ എനിക്ക് കല്ലേറ് നടത്തിയത്, ഇവനല്ലേ എന്നെ പായിപ്പിച്ചത്, ഇവനല്ലേ എന്നെ ആട്ടിയോടിപ്പിച്ചവൻ, ഇവന്റെ പത്തിരി കഷ്ണം എനിക്കെന്തിനാണ് എന്ന് പറഞ്ഞിട്ട് ഇവനോട് പ്രതികരിച്ച് നായ മാറി നിൽക്കൂല. ആ മനുഷ്യനിടുന്ന റൊട്ടി കഷ്ണം, പത്തിരി കഷ്ണം നായ വന്ന് തിന്നുന്നു. ഈ സ്വഭാവം നായയുടേതാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്താൻ പാടില്ല ജനങ്ങളെ. ഹസനുൽ ബസരി തങ്ങൾ പറഞ്ഞില്ലേ, അത് ഇസ്മാഈലുൽ ഹിഖിൽ ബറൂസമി തങ്ങൾ തഫ്സീർ റൂഹുൽ ബയാനിൽ സൂറത്തുൽ കഹ്ഫിൽ ഖിത്മീർ എന്ന നായയുടെ ചരിത്രം പറഞ്ഞപ്പോൾ ഞാൻ ഈ പറയുന്ന വിഷയം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആ വിഷയത്തിൽ നായയുടെ സ്വഭാവം വേണോ? എന്നാൽ നമ്മൾ ഒരിക്കലും കുടുംബത്തിൽ ചിലർ നമ്മളെ ശല്യം ചെയ്തിട്ടുണ്ടാകും, വേദനിപ്പിച്ചിട്ടുണ്ടാകും. അത് ഇപ്പോഴും തലയിൽ വെച്ച് നടക്കുകയാണ്. 10 വർഷം മുമ്പ് നടന്ന സംഭവമാണ്. 10 വർഷം കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴും തലയിൽ വെച്ച് നടക്കുകയാണ്. നമ്മൾ അങ്ങനെ ആകാൻ പാടില്ല. നായക്ക് പോലും ആ സ്വഭാവം ഇല്ല എന്നല്ലേ ഹസനുൽ ബസരി തങ്ങൾ പറഞ്ഞത്. നമ്മൾ നായക്കാളും മതപ്പതിക്കാൻ പറ്റുമോ? 2-3 കൊല്ലം മുമ്പ് നടന്ന ഒരു സംഭവം, കുടുംബത്തിനിടയിൽ ഏതോ ഒരുത്തന്റെ ഭാഗത്ത് നമുക്കൊരു വിഷമുണ്ടായി. നമ്മളെ വല്ലാതെ വേദനിപ്പിച്ചു. ഇപ്പൊ ഞാൻ അതെന്നെ തലയിൽ വെച്ചിട്ട് നടക്കുന്നേ. എന്നിട്ട് ഇപ്പൊ 3 കൊല്ലം കഴിഞ്ഞിട്ട് ഓന്റെ പുരയില് ഓന്റെ മോളെ കല്യാണം, ആ മോളെ കല്യാണത്തിന് മോൻ വന്ന് ക്ഷണിക്കാൻ പോന്നാ. ഓൻ 3 കൊല്ലം മുമ്പ് ആക്കിയത് ഞാൻ മറക്കൂല. എങ്ങനെ മറക്കാൻ കഴിയും? എന്തെല്ലാം വാക്കാണ്. എങ്ങനെ മറക്കാൻ കഴിയും? മറന്നിട്ടില്ല ഞാന്. ഓൻ മറന്നാലും ഞാൻ മറക്കൂല. അതുകൊണ്ട് മംഗളത്തിന് ഞാനില്ല. കുടുംബത്തിൽ എല്ലാരും വന്നിട്ടുണ്ട്, ഇവനെ കാണുന്നില്ല. ഇവൻ നായേക്കാളും കടാനായതിന്റെ അർത്ഥം അല്ലേ? അങ്ങനല്ലേ? നൗഫൽ സഖാഫി അല്ലല്ലോ പറയണേ, ഹസനുൽ ബസരി തങ്ങളല്ലേ പറയുന്നത്, ഞാനല്ലല്ലോ. നായനെക്കാളും കട. എന്താ കാരണം? നായന്റെ സ്വഭാവം എന്താണ്? നായനെ നമ്മ നനവോടുകൂടെ തൊട്ടെങ്കിൽ 7 വട്ടം കഴുകണം, 1 തവണ കളിമണ്ണ് ചേർത്തിയ മണ്ണ് എല്ലാം ശരി തന്നെ, എല്ലാം ശരി. നായക്ക് നല്ല ബലുള്ള സ്ഥലമുണ്ട്. ഞാനിപ്പോ കഴിഞ്ഞ റമദാനിൽ UK പോയിരുന്നു, യുണൈറ്റഡ് കിങ്ഡം ലണ്ടനിൽ വഅദിന് പോയതാണ്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ലണ്ടനിൽ വഅദിന് പോയത്. ബാക്കി സ്ഥലത്തെല്ലാം ഒരുപാട് തവണ പോയിട്ടുണ്ട്. അപ്പൊ അവിടെ പോയി നോക്കുമ്പോൾ നായക്കുള്ള ബലം എന്താണ്? നായക്ക് ഷൂ എല്ലാം ഇട്ടിട്ട് കൊണ്ടുവന്ന ജനങ്ങൾ എന്ത് കാണാൻ. നായക്ക് കോട്ട്, ഹാഫ് കോട്ട്, ഫുൾ കോട്ട്. നായക്ക് നമ്മ ഇവിടുന്ന് മനുഷ്യന്മാരല്ലേ കോട്ട് ഇടുന്നേ.
അവിടെ നായക്കല്ല ഹാഫ് കോട്ട് ഫുൾ കോട്ട്. നല്ല തണുപ്പുള്ള സമയമാണ് അവിടെ, തണുപ്പുള്ള സ്ഥലം, ഭയങ്കര തണുപ്പ്. അപ്പൊ നായക്കെല്ലാം നല്ല കോട്ടെല്ലാം ഇട്ടിട്ട് കൊണ്ടുവന്ന് നമ്മളെന്താ ഇസ്ലാമിന്റെ നായ എന്ന് പറഞ്ഞാൽ എന്താ? തൊട്ടാൽ നനവോട് കൂടെ തൊട്ടാൽ 7 വട്ടം കഴുകണമെന്നല്ലേ, 1 വട്ടം കളിമണ്ണ് ചേർത്തിയാ വെള്ളം കൊണ്ടായിരിക്കണമെന്നല്ലേ, അതിനല്ലേ മസാല, അങ്ങനെ തന്നെ മസാല. എന്നാൽ ആ നായന്റെ സ്വഭാവമാണ്, നായക്കൊരുത്തൻ കല്ലേറ് നടത്തി ആട്ടി ഓടിച്ചു, പായിപ്പിച്ചു, കുറച്ചും കഴിഞ്ഞ് വന്നിട്ട് എന്ന് പറഞ്ഞിട്ട് നായക്ക് 10 കഷ്ണം ഇട്ട് കൊടുക്കി. നായ അവിടെ നിന്ന് ഇങ്ങനെ ദൂരെ നിന്ന് ഇങ്ങനെ നോക്കുവോ, നീ കല്ലേറ് നടത്തിയവനല്ലേ ഹംക്കെ, നീ എനിക്ക് നിന്നെ പായിപ്പിച്ചവനല്ലേ, നിന്റെ റൊട്ടി ആർക്ക് വേണോ എന്ന് പറഞ്ഞിട്ട് നായ പോകൂല. നായ വരും. നായ ഓന്റെ മറ്റേ കയ്യിൽ കല്ലുണ്ടാവും നായ നോക്കുവോ? ചിലപ്പോ ഈ ചങ്ങാന്റെ കയ്യിൽ കല്ലുണ്ടാവും ഈ ആയവാന്റെ കയ്യില്, നായക്ക് വലിച്ചെറിയാൻ. എങ്കിലും നായ അത് നോക്കൂല, പാവം. നായ വരും, ഓ ഇട്ട് കൊടുക്കുന്ന റൊട്ടി കഷ്ണം നായ കഴിക്കും. നായ പ്രതികാരം വിട്ടൂല. ആ സ്വഭാവം നായയുടേതാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്താൻ പാടില്ല. ഹസനുൽ ബസരി തങ്ങൾ പറഞ്ഞില്ലേ, അതൊരു മുഅ്മിനായ മനുഷ്യനിൽ ഉണ്ടാകേണ്ട സ്വഭാവമാണ്. അതുകൊണ്ടൊരിക്കലും കുടുംബത്തോട് പിണങ്ങരുത്, എന്തിന്റെ പേരിലും പിണങ്ങരുത്. കുടുംബം തമ്മിൽ അസൂയ കാണിച്ച് നടക്കരുത്, അഹങ്കരിച്ച് നടക്കരുത്. ഞാനിപ്പോൾ അതിലേക്ക് കടന്ന് നീട്ടി സംസാരിക്കുന്നില്ല. പറയട്ടെ, ഒന്നും കൂടി പറയട്ടെ. ആരാ സ്വന്തം കുടുംബക്കാരെ വീട്ടിൽ പോയി, അതേ നിങ്ങൾ ഒരിക്കലും നാരങ്ങ ഇട്ട് വരാൻ പാടില്ല. കണ്ട് കാണുന്ന ജ്യോത്സ്യന്മാരുടെ അരികിൽ പോയി അവിടുന്ന് അതാ മാരണം ചെയ്തു കൊണ്ടുവന്നത്, സിഹ്ർ ചെയ്തു കൊണ്ടുവന്നത് ആ നാരങ്ങ, അതേ ലെമൺ, ആ നാരങ്ങ കൊണ്ടുപോയി ഇതുപോലെ തന്നെ മുളക് പൊടി കൊണ്ടുപോയി, വേറെ പല പൊടികളും കൊണ്ടുപോയി, ഭസ്മം കൊണ്ടുപോയി കുടുംബത്തിലുള്ളവരെ വീട്ടിൽ കൊണ്ടുപോയി ചൊരിക്കുന്ന ചില ഉളുപ്പില്ലാത്ത സ്ത്രീകളില്ലേ. ചോദിക്കട്ടെ അത്തരത്തിലുള്ള ഉമ്മമാരോട്, ആറ് പറഞ്ഞിട്ടാണ് നിങ്ങൾ തലമറക്കുന്നത്? ആറ് പറഞ്ഞിട്ടാണ് നിങ്ങൾ തലയിൽ തട്ടമിട്ട് നടക്കുന്നത്? ആറ് പറഞ്ഞിട്ടാണ് നിങ്ങൾ പർദ്ദ ധരിക്കുന്നത്? ആറ് പറഞ്ഞിട്ടാണ് നിങ്ങൾ ബുർഖ ധരിക്കുന്നത്? ആറ് പറഞ്ഞിട്ടാണ് ഉമ്മമാര് സുബഹിക്ക് എണീറ്റ് നിസ്കരിക്കുന്നത്? ആറ് പറഞ്ഞിട്ടാണ് ഓരോ ദിവസവും 5 നേരം നിങ്ങൾ കൃത്യമായും നിസ്കരിക്കുന്നത്? നിങ്ങളുടെ മറുപടി യജമാനനായ അല്ലാഹുവാണ് എന്നാണോ, റബ്ബാണ് എന്നാണോ? എന്നാൽ അതേ റബ്ബിന് പൊരുത്തമില്ലാത്ത കാര്യമല്ലേ മറ്റുള്ളവരെ സിഹ്ർ ചെയ്ത് ശല്യം ചെയ്യല്, മറ്റുള്ളവരെ മാരണം ചെയ്ത് ബുദ്ധിമുട്ടിക്കല്. എന്നാൽ അത്തരത്തിലുള്ള താഴ്ന്ന പണിയിൽ പോയി നിങ്ങൾ തരം താഴ്ന്നു പോയവരായി, ഗതികെട്ട് പോയവരായി അതപ്പതിച്ചു പോകരുത് കേട്ടോ. അതിന്റെ തിരിച്ചടി പരലോകത്ത് മാത്രമല്ല, ഈ ദുനിയാവിൽ തന്നെ നിന്റെ കുടുംബത്തിൽപ്പെട്ട പലരെയും സിഹ്ർ ചെയ്ത് നീ ഒതുക്കിക്കളഞ്ഞതുകൊണ്ട്, ഒതുക്കിക്കളയാൻ നോക്കിയതുകൊണ്ട്, നീ വലിയ ഉസാറായി ദുനിയാവിൽ നടക്കുമെന്ന് നീ തെറ്റിദ്ധരിച്ചാൽ അത് നിന്റെ വിഡ്ഢിത്തരമാണ്, വിവരക്കേടാണ്, ബുദ്ധിയില്ലായ്മയാണ്, വിവരമില്ലായ്മയാണ്. അതിന്റെ തിരിച്ചടി ഈ ദുനിയാവിൽ തന്നെ അല്ലാഹ് നിനക്ക് കാണിക്കാതെ ഈ ദുനിയാവിൽ നിന്ന് റബ്ബ് നിന്നെ മടക്കി കൊണ്ടുപോകൂല. നിങ്ങൾ അങ്ങനെ ആരും കരുതേണ്ടതില്ല. വളരെ ഗൗരവത്തിൽ ഞാൻ എല്ലാ ഉമ്മമാരോടും പറയാണ്, അത്തരത്തിലുള്ള സിഹിരിന്റെ പിന്നാലെ നിങ്ങൾ ഒരിക്കലും പോകരുത് കേട്ടോ. നമുക്കിവിടെ എന്തെല്ലാം ചെയ്യാനുണ്ട്, എന്തെല്ലാം ശ്രദ്ധിക്കാനുണ്ട്. 1-2 കാര്യങ്ങളാണോ? ഞങ്ങളെ മക്കളെ കാര്യം ഞങ്ങൾ ശ്രദ്ധിക്കേണ്ടതില്ലേ? ഞങ്ങളെ വീട്ടിന്റെ കാര്യം ശ്രദ്ധിക്കേണ്ടതില്ലേ? ഞങ്ങളെ സ്വന്തം മക്കള് സുബ്ഹാനല്ലാഹ് വല്ലാത്ത സങ്കടത്തോടെ പറയാണ്, ഞങ്ങളെ മക്കളെല്ലാം വഴിപിഴച്ചു പോയില്ലേ? എല്ലാ മക്കളും വഴിപിഴച്ചു എന്നല്ല ഞാൻ പറയുന്നത്, എന്നാലും നല്ലൊരു ശതമാനം മക്കള് വഴിപിഴച്ചു പോയില്ലേ?
ഈ അടുത്ത് അതാ ഒരു ബാപ്പ വന്നിട്ട് എന്നോട് പറയാണ്, ഉസ്താദേ വല്ലാത്ത ബേജാറ് തന്നെ, വല്ലാത്ത സങ്കടം തന്നെ. ഇപ്പൊ ചില സ്ഥലത്ത് കാണോ, എന്തിനേറെ പറയണം, ഞാൻ എന്റെ മാതാപിതാക്കളോട് പറയട്ടെ, രക്ഷിതാക്കളോട് പറയട്ടെ, അതാ സ്വന്തം മകന്റെ കീശയിൽ ഒരു പേന കണ്ടാൽ പോലും അതങ്ങ് എടുത്തിട്ട് ഇത് പേന തന്നെയാണോ അല്ലേ എന്ന് നോക്കിയിട്ട് ഉറപ്പ് വരുത്തേണ്ട കാലഘട്ടത്തിലല്ലേ ഈ വാല് പറയുന്ന കളശയായാലും എന്റെ വാല് കേൾക്കുന്ന നിങ്ങളായാലും ജീവിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു കാലഘട്ടത്തിലാണല്ലോ. ഞാനിത് വെറുതെ പറയുകയല്ല. നാളൊരാൾ പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, എത്രയാണ് ഉമ്മമാരെ നമ്മളെ മക്കളെ ശ്രദ്ധിക്കേണ്ടത്. നമ്മളെ ഓരോ കുടുംബത്തിലെ മക്കൾ വഴിപിഴച്ചു പോകാൻ പാടില്ല. നാളൊരു ഉപ്പ എത്ര ശ്രദ്ധിച്ചാലും മതിയാകൂല. ദ്വാർക്കണോ, ദുആ വേറെന്നെ, അതിഷ്ടം പോലെ നടക്കണം. അതിന് പുറമേ എന്താക്കുന്നേ ചൊല്ലിട്ട് തലക്ക് കൈവച്ചേങ്കാവാ. ഞാൻ എന്താക്കുന്നേ തലക്ക് കൈവച്ചാൻ പറ്റൂല. ശ്രദ്ധിക്കണം. ഉമ്മാക്ക് ഉത്തരവാദിത്വമുണ്ട് മക്കളെ ശ്രദ്ധിക്കാൻ, ബാപ്പാക്ക് ഉത്തരവാദിത്വമുണ്ട്. ഇല്ലേ, ആ ഉത്തരവാദിത്വം നിർവഹിക്കാത്തതിന്റെ പേരിൽ ആ ഉമ്മനെയും ബാപ്പനെയും അല്ലാഹു പരലോകത്ത് വെറുതെ വിടൂല. അത് പരിശുദ്ധ ഖുർആനല്ലേ പറഞ്ഞത്. ആ മക്കൾ വന്നിട്ട് നാളെ റബ്ബിന്റെ കോടതിയിൽ റബ്ബിനോട് പറയും, അരിനല്ലദൈനി അദല്ലാന, ഞങ്ങളെ പഴപ്പിച്ച് കളഞ്ഞ രണ്ട് മനുഷ്യന്മാരെ കാണിക്കുക അല്ലാഹ്. ആരെയാണത്? ഉമ്മാനെയും ബാപ്പാനെയും. നജ്അൽഹുമാ തഹത അഖ്ദാമിന, ഞങ്ങളെ കാലിന്റെ അടിയിലിട്ടിട്ട് ഞങ്ങളവരെ ചവിട്ടും. അല്ലാഹു ഞങ്ങളെ കാക്കട്ടെ, അല്ലാഹു ഞങ്ങളെ കാക്കട്ടെ. റബ്ബേ, പരലോകത്ത് ഞങ്ങളെ മക്കള് അവരെ കാലിൻ ചുവട്ടിൽ ഞങ്ങളെ കിടത്തിയിട്ട് ചവിട്ടിക്കളയുന്നൊരു ഗതികേട് മാതാപിതാക്കളാകുന്ന ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. അതിന് ഞാൻ ആമീൻ പറഞ്ഞാൽ മാത്രം പോരാ, ആമീൻ പറയണം. ആമീൻ പറയലോടുകൂടെ എത്ര കണ്ട് സാധിക്കുന്നുവോ അത്ര കണ്ട് നമ്മൾ മക്കളെ നന്നായി ശ്രദ്ധിക്കണം. ഇന്നാളൊരു ബാപ്പ എന്നോട് പറഞ്ഞതാ, ഇപ്പൊ എല്ലാം കൂടി നീട്ടി പറയാനൊന്നും നേരല്ല, ഞാൻ ചുരുക്കാണ്. അപ്പൊ ഒരു ബാപ്പ 11 മണിക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാം പിരിയാം അല്ലേ, 10:30 അപ്പോ ഒരു ഉപ്പ എന്നോട് പറഞ്ഞതാ, അയാള് മെല്ലെ മകന്റെ സ്കൂൾ ബാഗിൽ ഒരു പേന ഉണ്ടായിരുന്നു. സത്യം കരിമിച്ച ഒരു ഉപ്പ എന്നോട് പറഞ്ഞതാ, അയാളെ മകന്റെ സ്കൂൾ ബാഗിൽ ഒരു പേന ഉണ്ടായിരുന്നു. അപ്പോ അയാൾക്ക് ഡൗട്ട് ഉണ്ട്, എന്ത് മോനെല്ലാം കുറച്ച് സിഗരറ്റ് വലിക്കുന്നോ എന്ന് പറഞ്ഞിട്ട് ഒരു ഡൗട്ട് ഉണ്ട്. അപ്പോ ബാഗ് തപ്പി നോക്കണം. ഉമ്മമാരെ, നിങ്ങളെ മക്കൾ സ്കൂൾ വിട്ട് വന്നാൽ നിങ്ങളെ മക്കളെ ബാഗ് തപ്പി നോക്കണം. മക്കളെ ഷൂ തപ്പി നോക്കണം. ചിലപ്പോൾ ഷൂവിന്റെ ഉള്ളിലായിരിക്കും, ഷൂ ചിലപ്പോൾ ഉമ്മ നോക്കൂല എന്ന് പറഞ്ഞിട്ട്. എന്തിനേരെ പറയണം, ഇങ്ങോട്ട് നോക്കിപ്പാ, ഇങ്ങോട്ട് നോക്കി. എന്തിനേരെ പറയണം, അയാള് നിങ്ങൾ എന്താ അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കിന്ന് എന്തിനേരെ പറയണം. അയാള് ഈ മോന്റെ ബാഗിലുണ്ടായിരുന്ന ഈ പേന മെല്ലെ എടുത്ത് നോക്കിയപ്പോ എടുത്ത് നോക്കി, അപ്പൊ ഇതിനൊന്നുമില്ല, പേനയാണ്. ഇത് പേന അങ്ങോട്ട് തരാ, ബാക്ക് നോക്കിയിട്ടുണ്ടോ എന്നാ അതിങ്ങനെ തുറന്നു നോക്കുമ്പോ അതിന്റെ ഉള്ളിൽ സിഗരറ്റ് വെച്ചിട്ടുണ്ട്. പേനൊന്നുമില്ല, ഇതെല്ലാം പോയിന്, ഉള്ളിൽ സിഗരറ്റ് വെക്കണം. എന്താ കാരണം? ഇനി പുള്ളല്ല അതിന്റെ ഉള്ളിൽ വെക്കാൻ തുടങ്ങുവാന്ന് നൗഫൽ സഖാഫി പഠിപ്പിച്ചു എന്ന് പറയണ്ട, എല്ലാം പഠിച്ചിട്ടായിനി. ഇത് ഞാനിത് പറയുന്നത് ലേറ്റായി പോയി, വെച്ച ശേഷമാണ് ഞാനിത് പറയുന്നത്. അത് നോക്കണോ? അല്ല, ഞാൻ വെച്ചത് കൊണ്ട് ഇനി ഒരു മക്കളൊന്നും വെക്കാൻ പോകൂല. അപ്പൊ എന്തായി, അതിന്റെ ഉള്ളിൽ വെച്ച്. അപ്പൊ ഇയാളിത് തുറന്നു നോക്കുമ്പോ ഇതിന്റെ ഉള്ളിൽ സിഗരറ്റാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്, പേനല്ല സിഗരറ്റ്. അപ്പൊ എന്താ കാരണം ഓൻ മനസ്സിലാക്കി, ഓന്റെ ഉമ്മ ഒന്നും പേന തപ്പി നോക്കുവോ? പേനന്റെ ഉള്ളിൽ ആരെങ്കിലും നോക്കുവോ? നോക്കൂല. പക്ഷെ ഇന്ന് നോക്കേണ്ട അവസ്ഥ വന്നു മക്കൾ നന്നാകണമെങ്കിൽ. ഞാനിത് വെറുതെ പറയല്ല, അതിന് ഉത്തരവാദിത്വമുണ്ട്. ഒരു ഉമ്മയുടെയും ബാപ്പയുടെയും ഏറ്റവും വലിയ ബേജാറെന്ത്? കടല്ല, കടായിപ്പോയി എന്നല്ല, അത് എങ്ങനെയെങ്കിലും വീട്ടാ, അതിന്റെ വഴികൾ കണ്ടെത്താ. ജോലി നഷ്ടപ്പെട്ടു പോയി എന്നതാണോ? ഇല്ല,
മക്കള് വഴിപിഴച്ചു പോയാൽ അതിന്റെ എത്ര തലവേദന, പിന്നെ എല്ലാ അസുഖവും വരും. ഒരസുഖവും ബാക്കി ഉണ്ടാവില്ല. ബാപ്പക്ക് എല്ലാ അസുഖം വന്നു, ഉമ്മാക്ക് എല്ലാ അസുഖം വന്നു. എന്താ കാരണം? മക്കളെ ഓർത്തിട്ട് ഉമ്മാക്കും ബാപ്പക്കും ടെൻഷനാണ്, അവർ വഴിപിഴച്ചു പോയതിന്റെ പേരിൽ. അതിനേക്കാളും വലിയ ടെൻഷൻ വേറെന്താണ്? അതിനാണ് ഞാൻ പറഞ്ഞത്, ഒരു പേനയുടെ ഉള്ളിൽ പോലും സിഗരറ്റ് സൂക്ഷിച്ചു വെക്കാൻ പോലും ചില മക്കള് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളെ മക്കളെ ഞങ്ങൾ എത്ര കണ്ട് ശ്രദ്ധിക്കേണ്ടി വരും. എന്തേ കാരണം? ആ മക്കളാണ് നമ്മുടെ സമ്പാദ്യം, ആ മക്കളാണ് നമ്മുടെ സ്വത്ത്. അതുകൊണ്ടല്ലേ മുൻകാലങ്ങളിൽ കഴിഞ്ഞുപോയ മഹതിമാർ, ഓ ഈ പരിസരത്തിരുന്നെന്റെ വാല കേൾക്കുന്ന ഉമ്മമാരെ, വാല കേൾക്കുന്ന സഹോദരിമാര്, എന്തിനേരെ പറയണം? അതേ സ്വന്തം കുട്ടി കിടന്നുറങ്ങാൻ പോകുമ്പോ കുട്ടിയുടെ കൈ പോലും മണത്തു നോക്കണേ. എന്തിനാണത്? ഈ ഇറച്ചിയുടെ മണമുണ്ടോ? ഇറച്ചിയുടെ മണം കയ്യിലുള്ള രൂപത്തില് ഒരാളും ഉറങ്ങുന്നത് നല്ലതല്ല. അവരുടെ അരികിൽ പിശാച് വരും, അവരെ പിശാച് ശല്യം ചെയ്യും. മഹാന്മാരെ കിതാബിൽ പഠിപ്പിച്ചതാണ്. അതുകൊണ്ടാണ് ഭക്ഷണം കഴിച്ചാൽ കയ്യിൽ സോപ്പിട്ട് വൃത്തിയാക്കണേ. വീട്ടിന്റെ ബേസിൻ ഭാഗത്ത്, കൈ കഴുകുന്ന ഭാഗത്ത്, അതേ ചില സ്ഥലത്ത് സോപ്പ് കാണൂല. അതിന് നമ്മളൊരു ലുബ്ധത കാണിക്കരുത്. എന്തിനെല്ലാമാണ് നമ്മൾ പണം ചെലവഴിക്കുന്നത്? ഒരു 10 രൂപയോ 20 രൂപയോ കൊടുത്തിട്ട് ഒരു ചെറിയ സോപ്പെങ്കിലും ബേസിനിന്റെ അരികിൽ വെക്കാൻ എന്തിനാണ് നമ്മൾ ലുബ്ധത കാണിക്കുന്നത്? എന്തിനാണ് നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുന്നത്? എന്തേ കാരണം? ഇറച്ചി കഴിച്ചാൽ അതിന്റെ മണം വരാതിരിക്കാൻ അതേ കൈ നന്നായി സൂക്ഷിച്ച് വൃത്തിയാക്കണേ. എന്തിനേരെ പറയണം? അങ്ങനെ ശ്രദ്ധിക്കാതെ കിടന്നുറങ്ങിയാൽ ആ ഉറങ്ങിയവനെ വിളിച്ചുണർത്തുന്നത് പോലും പുണ്യകർമ്മമാണെന്ന് മഹാന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിച്ചിട്ടുണ്ട്. ഓ ഉമ്മമാരെ, നിങ്ങളുടെ മക്കൾക്ക് എല്ലാം നിങ്ങൾ പറഞ്ഞു കൊടുക്കണോ? പഴയ കാലത്തെ ഉമ്മാമ്മമാരില്ലേ, നമുക്കവരെ മറക്കാൻ പറ്റുമോ? ഇവിടെ എന്തിനാണ് ഈ കുടുംബം? ആ മരിച്ചുപോയവരെ പേരിൽ ഖുർആൻ ഓതിയിട്ട് ഹദിയ ചെയ്യാൻ, ദിക്ർ ചൊല്ലിയിട്ട് ഹദിയ ചെയ്ത് ദുആ ചെയ്യാൻ, എന്തേ യാസീൻ ഓതിയിട്ട് ദുആ ചെയ്യാൻ എന്തിനാണ് ഇത്രയും ചെലവഴിച്ച് ഈ ശക്തമായും മഴ പെയ്യണ സമയത്ത് ഈ പ്രതികൂലമായ കാലാവസ്ഥയൊന്നും മുഖവിലക്കെടുക്കാതെ ഇത്രയും ഭംഗിയായ നിനക്ക് എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി എന്തിനാണ് ഇവിടെ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്? ആ മരിച്ചുപോയ നമ്മുടെ മുൻഗാമികളെ നമുക്ക് മറക്കാൻ പറ്റൂല. റബ്ബേ, നീ അവരുടെ ഖബർ വിശാലമാക്കണേ അല്ലാ. ഞങ്ങൾ ഇന്ന് എത്ര കണ്ടിവിടെ സന്തോഷിച്ചിരിക്കുന്നുണ്ടോ, അതിനേക്കാൾ വലിയ സന്തോഷത്തോടെ അവരുടെ ഖബറിലുള്ള ജീവിതം അവർക്ക് കനിഞ്ഞേകണേ അല്ലാ. പഴയ കാലത്തെ പ്രായമുള്ള മാമമാര്, ആ ഉമ്മാമമാര് മക്കളോട് പറഞ്ഞില്ലേ, ആ പെൺമക്കള് കിടന്നുറങ്ങുമ്പോ ഇല്ലേ, എത്ര പറയാണ്ട്, ഒന്നും ഒറ്റ ദിവസം കൊണ്ട് പറയാൻ പറ്റൂല, ഒരു 4-5 ദിവസം വെക്കണോ പരിപാടി. ഞാൻ ചുരുക്കുകയാണ്. പഴയ കാലത്ത് നോക്കാം, നിങ്ങൾ ഈ ബെളന്തൂർ പരിസരത്ത്, ഈ പരിസരത്തൊക്കെ ഒരു 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 പെൺകുട്ടി ഇങ്ങനെ കിടന്നു എന്ന് കരുതാം, ഇങ്ങനെ കിടക്കാം. എന്താ ഇങ്ങനെ കിടക്കാന്ന് പറഞ്ഞാൽ തല മീറ്റൊക്കെ ആക്കിയിട്ട് കിടക്കുന്നതിന് എന്താ പറയുന്നത്? എനിക്കിപ്പോൾ അറിയാഞ്ഞിട്ടൊന്നുമല്ല, എന്നാലും നിങ്ങൾ ഉറങ്ങാതിരിക്കാൻ വേണ്ടി കുറച്ച്, ഞാൻ ഇപ്പോൾ അമേരിക്കത്ത് വന്നവനൊന്നും അല്ലല്ല, പക്ഷെ എന്നാലും നിങ്ങൾ കുറച്ച് ശ്രദ്ധിക്കുന്നുണ്ടോ എന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അതിനെന്താ പറയുന്നത്? മലങ്കന അല്ലേ? മലങ്കന കിടക്കണത് പഴയ കാലത്തെ ഉമ്മമാര് അവരെ വീട്ടിലെ പെൺമക്കളെ സമ്മതിക്കാറില്ലായിരുന്നു അല്ലേ? ഇന്ന് പെണ്ണുങ്ങ ഉറങ്ങുന്ന അങ്ങനെ ടെൻഷൻ ആക്കി 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 ലാസ്റ്റ് ഉറങ്ങുമ്പോഴും നെറ്റിയിൽ ഇങ്ങനെ കൈവച്ചിട്ടാണ് ഉറങ്ങുന്നത്. ഓക്കെ, ഭർത്താവിന്റെ അരികിൽ ഭാര്യ ഉറങ്ങുന്നുണ്ടെങ്കിൽ പോലും ആ ഭാര്യനോട് പറയണം അങ്ങനെ ഉറങ്ങണ്ട, കാരണം പെണ്ണ് അങ്ങനെ ഉറങ്ങുന്നത് നല്ലതല്ല എന്ന് മഹാന്മാർ കിതാബിൽ പറഞ്ഞു. അങ്ങനെ ഒരു പെണ്ണ് ഉറങ്ങുന്നെങ്കിൽ ഓളെ വിളിച്ചു ഉണർത്തുന്നത് പോലും പുണ്യകർമ്മമാണെന്ന് മഹാന്മാർ കിതാബിൽ പറഞ്ഞു.
പെണ്ണ് ഇങ്ങനെയും ഉറങ്ങാൻ പാടില്ല, ഇങ്ങനെയും ഉറങ്ങാൻ പാടില്ല. ഉറങ്ങ അങ്ങനെ തന്നെ കിടന്നിട്ട് ഉറങ്ങി അത് പറ്റൂല. ആണ് ഇങ്ങനെ ഏതായാലും പറ്റൂല. ആണിന് ഇങ്ങനെ കുഴപ്പമില്ല, കങ്കന പറ്റൂല. പെണ്ണിന് കങ്കണയും നല്ലതല്ല, മലങ്കനയും നല്ലതല്ല. ഇപ്പൊ പെണ്ണുങ്ങന്മാരല്ല, ഞങ്ങൾ എന്തിനപ്പാ ഞമ്മ പെണ്ണായി പോയാ നോക്കാം. ആണായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് കങ്കന ഏതായാലും പറ്റൂല, മലങ്കനെങ്കിലും പറ്റുമായിരുന്നു. ഇസ്ലാം അങ്ങനെയാ പറയുന്നത്. അങ്ങനെയൊന്നും ചിന്തിക്കാൻ പോകണ്ട ഉമ്മ. പക്ഷെ പഴയ കാലത്തെ ഉമ്മാമ്മമാര് അവരെ പെൺമക്കളോട് അങ്ങനെ പറയാറുണ്ടായിരുന്നു. ഇന്ന് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഞാനിത് വെറുതെ പറയല്ല, എല്ലാ പെണ്ണുങ്ങന്മാർ അങ്ങനെ നല്ലവാ. ഓക്കെ, എന്തേ കാരണം? സയൻസ് ഉണ്ട്, ഡിഗ്രി ഉണ്ട്, BCom, BSc, BBM, MBA, MBBS, MA, MCom, BTech, MTech, എന്തെല്ലാം ഉണ്ട്. എന്തില്ല? ഈ പഠിപ്പില്ല. എങ്ങനെ ഉറങ്ങണമെന്ന് പഠിപ്പില്ല. പഴയ കാലത്തെ ഉമ്മാമ്മമാര് മക്കളോട് പറഞ്ഞിരുന്നു. ഇന്നതിന് പറയാൻ നേരല്ല. എന്തേ കാരണം? ബാല് കേട്ടിട്ട് തന്നെ സമയം തീരുന്നില്ല. ഞങ്ങൾ എല്ലാ ബാലും കേൾക്കുന്നു, എല്ലാ ബാലും കേൾക്കുന്നു തന്നെ, ഞങ്ങൾ കേൾക്കുന്നു തന്നെ, എല്ലാ ബാലും കേൾക്കുന്നു. സ്റ്റാറ്റസ് കിട്ടുന്നോ? ഞങ്ങൾ സ്റ്റാറ്റസ് ഇടുന്നോ? എന്നാ ബാല് കേട്ടാ പോരാ, സ്റ്റാറ്റസ് കിട്ടാ പോരാ, അതെല്ലാം ഗ്രൂപ്പൊക്കെ ഷെയർ ആക്കുന്നോ? നിങ്ങൾ ഷെയറും ആക്കണ്ട. നിങ്ങൾ കുറച്ച് മക്കളെ കുറച്ച് ശ്രദ്ധിക്ക്. പെൺമക്കോ അങ്ങനെ ഉറങ്ങുന്നുണ്ട്, ആ മലങ്കനെ ഓരോട് പറയാ അങ്ങനെ ഉറങ്ങണ്ട, അത് പെണ്ണിന് നല്ലതല്ല അങ്ങനത്തെ വർക്ക്. നോക്കി എന്തെല്ലാം ശ്രദ്ധിക്കണോടെ. അതിനെല്ലാം ശ്രദ്ധിക്കാൻ നേരം കണ്ടെത്തണം. എന്നിട്ട് മക്കളെ നമുക്ക് ആഖിറത്തേക്ക് നല്ല സമ്പത്താക്കി വളർത്തണം. ശ്രദ്ധിച്ചില്ലേ? ഇമാം ഷഅറാനി തങ്ങളുടെ ത്വബഖാത്തുൽ കുബ്രയിലില്ലേ, അതാ അശ്ശൈഖ് ഇബ്രാഹിമുൽ മത്ബൂലി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ എന്ത് വിഷയത്തിനും ആരെയാണ് അവലംബിച്ചിരുന്നത്? ലോക നേതാവായ റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലേ. ആ തങ്ങളെ വലിയ ശൈഖായി കണ്ടമാനാണ് ശൈഖ് ഇബ്രാഹിമുൽ മത്ബൂലി റളിയല്ലാഹു അൻഹു. മഹാനവറുകളുടെ സ്വഭാവം എന്താണെന്ന് അറിയുമോ ഉമ്മമാരെ? കൂടുതലും സ്വപ്നത്തിൽ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാറുണ്ടായിരുന്നു. എപ്പോഴും തങ്ങളെ സ്വപ്നത്തിൽ കാണുന്ന മാനാണ്. അത് വല്ലാത്തൊരു സന്തോഷമല്ലേ? അങ്ങനെ ഒരു സന്തോഷമുണ്ടായപ്പോ ബഹുമാനപ്പെട്ട ഇബ്രാഹിമുൽ മത്ബൂലി തങ്ങള് ആ സന്തോഷം ആദ്യം വന്ന് പറഞ്ഞത് ആരോടാണെന്നറിയുമോ? സ്വന്തം ഉമ്മാനോടാ. നമ്മൾ എന്ത് ചെയ്യണം? നമ്മളൊരു സന്തോഷം പറയുന്നത് ഉമ്മാനോട് പറയുന്നത് ഭാര്യക്കറിയാൻ പാടില്ല, ഭാര്യനോട് പറയുന്നത് ഉമ്മാക്കറിയാൻ പാടില്ല. അല്ലെങ്കിൽ അവിടെ തകരാറിലാകും. കുടുംബം തകർന്നു പോകാൻ ഏറ്റവും പ്രധാനപ്പെട്ടത് പെണ്ണുങ്ങന്മാരാണ്, സ്ത്രീകളാണ്. അതിലേറ്റവും പ്രധാനമായും അമ്മായിമയും മരുമോളാ. സുബ്ഹാനല്ലാഹ്, ഇന്നത്തെ ചില മരുമക്കൾക്ക് അമ്മായിമാനെ എങ്ങനെ കൺട്രോൾ ചെയ്യണോന്നറിയില്ല. ഞാൻ പറയട്ടെ, എന്റെ വാക്ക് കേട്ടാരും തെറ്റിദ്ധരിച്ചു പോകരുത്, പറയാതിരിക്കാൻ പറ്റൂലല്ലോ. അമ്മായിമാനെ മരുമോൾക്ക് എല്ലാം കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റും, എല്ലാം കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റും. വേണോന്ന് വെക്കണോ വെച്ചാൽ സ്വന്തം അമ്മായിമാനെ, ഭർത്താവിന്റെ ഉമ്മാനെ മരുമോൾക്ക് എല്ലാം കൊണ്ട് നല്ല വഴിക്ക് കൊണ്ടുവരാൻ പറ്റും. അതെങ്ങനെ പൊരലില്ലേ? അമ്മായി മരുമോളെല്ലാം കലാട്ടാക്കുന്നില്ലേ? ഇവിടെ ഇല്ലേ? ഉണ്ടാ? ഞങ്ങ അപ്പൊ ഓടുന്ന ഉസ്താദ്, പൊരന്റെ ഇറങ്ങിട്ട് തന്നെ പോകുന്നത്, ഞങ്ങൾ അവിടെ നിൽക്കുന്നേ ഇല്ല അല്ലേ? നമ്മളെ ഉമ്മാന്റെയും ഭാര്യന്റെ കളാട്ട പൊരന്റെ ഉള്ളിലാകുമ്പോ ഞമാക്കണോ സ്വരാത് ഞമ്മ അവിടെ നിന്നെങ്കാവല്ലേ. ഞമ്മ അവിടെ നിന്നെങ്ക എന്താന്ന് എന്തെങ്കിലും നമ്മളെ തൊല്ലെന്ന് വന്നു പോകുന്നു. ഞമ്മ അങ്ങനെ, നമ്മളെ സ്വഭാവം അങ്ങനെ. ആണുങ്ങന്മാരെന്ന് പറഞ്ഞാൽ വേഗം തൊള്ളുന്ന എന്തെങ്കിലും വന്നു പോകും. അപ്പൊ ഞമ്മ അവിടെ നിന്നെങ്കാവാല. നമ്മളെന്താക്കണോ? നമ്മ മെല്ലെ എന്താക്കണോ? ചെറുപ്പ് പുറത്ത് തന്നെ ഉണ്ടാവുമല്ലേ, മെല്ലെ പോണം, ശുദ്ധില്ലാതെ പോണം. അപ്പൊ എന്താക്കുന്നറിയോ? ഓരോ കാലാട്ടെ കുറച്ച് കഴിഞ്ഞാൽ നിൽക്കും. ഞമ്മ അവിടെ ഉണ്ടെങ്കിൽ ചോറാണ്. എന്താ കാരണം? ഉമ്മാക്ക് മോന്റെ മുന്നിൽ മരുമോൾക്ക് വിട്ടുകൊടുക്കാൻ ഉമ്മക്ക് വന്നു, മരുമോൾക്കോ ഭർത്താവിന്റെ മുന്നിൽ ഉമ്മാൻ അവിടെ അല്ല. ഞമ്മ അവിടെ നിന്ന് മെല്ലെ പതറാടാവണം. ഞമ്മ മെല്ലെ പതറാടായാൽ ഓർ സ്വന്തം കുറച്ച് കഴിഞ്ഞിട്ട് ഓർക്ക് വെടിയുമ്പോ ഓർ നിർത്തും. വെടിയുന്നവരേ ഉണ്ടാവും. വെടിഞ്ഞ പിന്നെന്താക്കും? എത്ര ഇത് പേച്ചാടുന്നേ? മനുഷ്യന്മാരല്ലേ ഇത്?
എത്രയാന്ന് പേച്ചാടുന്നേ കുറച്ച് വെടിഞ്ഞ ഒന്നിർത്തും. പിന്നെ ഓർ ശരിയാവും. പിന്നെ ഓരെന്നെ ഒന്നിച്ച് അവിടെ ദോഷം ചൂടുന്നേ, കൽത്തപ്പാക്കുന്നേ, കറിയാക്കുന്നേ, ബരവാക്കുന്നേ, എല്ലാം ഓരെന്നെ ഉള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും. മധുരം നോക്കിയാ അങ്ങോട്ടും ഇങ്ങോട്ട് ചോദിക്കുന്നേ, കുറച്ച് മധുരം നോക്ക്, എല്ലാം റെഡി ആയിന്. പിന്നെ നിങ്ങൾ കുറച്ചും കഴിഞ്ഞിട്ട് നിസ്കാരമല്ല ജമാഅത്തെല്ലാം കഴിഞ്ഞിട്ട് വന്ന് നോക്കിയില്ല, ഒരു പ്രശ്നമില്ല. അങ്ങനത്തെ ഒരു വിഷയം നടന്നിട്ടില്ല അവിടെ. അങ്ങനെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, മരുമക്കളോട് ഞാൻ പറയാണ്, എൻ്റെ സഹോദരിമാരോട്, അമ്മായിമ്മമാര് ചിലപ്പോ, എല്ലാ അമ്മായിമ്മമാരും അങ്ങനെയല്ല, എല്ലാ മരുമക്കന്മാരും അങ്ങനെ ഒന്നല്ല. ചില അമ്മായിമാരിൽ ചിലപ്പോൾ അങ്ങനെ ഉണ്ട്. ഓരോ മണ്ണിന്റെ ഓരോ സ്വഭാവമല്ലേ അല്ലേ മാമച്ച? ഓരോ മണ്ണിനും ഓരോ സ്വഭാവമാണ്. എല്ലാ മണ്ണിനും ഒരേ സ്വഭാവമാണ് അല്ല, ഓരോ മണ്ണിനും ഓരോ സ്വഭാവമാണ്. അപ്പൊ മരുമോള് വന്നത് വേറെ മണ്ണെന്നാണ്, അമ്മായിമ്മ വേറെ മണ്ണെന്നാണ്, അങ്ങനല്ലേ അതിന്റെ കണക്ക്. അപ്പൊ എന്താക്കണോ, ഏതൊരാൾക്കും കൊസിയുള്ളൊരു സംഗതി ഉണ്ട്, അതാക്കണോ. അതാക്കിയെങ്കിൽ മരുമോൾ രക്ഷപ്പെടും. എന്താക്കുന്നറിയോ, പോതണോ പോതിയെങ്കിൽ ആർക്കെങ്കിലും കൊസിയില്ലാതാന്നാ പോതോണെന്ന് പറഞ്ഞാൽ മനസ്സിലായ എന്താക്കുന്നത്? എന്താ പോതോണെന്ന് പറഞ്ഞ? ഒന്ന് പറയും, പോതോണെന്ന് പറഞ്ഞാൽ എന്താ? മനസ്സിലായിട്ടില്ല, വെറുതെ തലാട്ടിനെ. പുകഴ്ത്തണം പുകഴ്ത്തണമെന്നേ. അതിന് പുകഴ്ത്താൻ മാത്രം ഉണ്ടാ, ഇല്ലെങ്കിലും പുകഴ്ത്തന്നെ. എങ്ങനെ പുകഴ്ത്തണോ? മെല്ലെ വന്നിട്ട് അമ്മായിമ്മ ഒരു കേൾക്കുന്നുണ്ടാവും, അനുസരിച്ച മരുമക്കന്മാരെല്ലാം കേൾക്കുന്നുണ്ടാവല്ലേ. അള്ളാഹു അവരുടെ ജീവിതത്തിൽ ബർക്കത്ത് ചെയ്യട്ടെ. പാവം ഓർ കുടുങ്ങാൻ പാടില്ലല്ലോ, പാവം ഓർ ബേജാറിനും സങ്കടത്തിലാവാൻ പാടില്ലല്ല. അപ്പൊ അമ്മായിമ്മ മെല്ലെ അടുക്കളയിലുണ്ടാവും. അടുക്കള എനിക്ക് എത്ര വയസ്സായി ചോദിക്കണം. ചിലപ്പോ പൊളി വീതു, ഞാൻ മരിക്കാൻ കാക്കുന്നേ നീ, എനിക്ക് വയസ്സ് കേട്ടിട്ട് മെല്ലെ ചോദിക്കണം. മെല്ലെ സന്ദർഭ സാഹചര്യം നോക്കി ഒട്രാസി പോയി ചോദിച്ചേക്കാവല്ലേ, ഗലാട്ടാക്കി അപ്പം തന്നെ പോയി ചോദിക്കാൻ പാടില്ല. പിന്നെ കുറേ ദിവസങ്ങൾ കഴിഞ്ഞിട്ട് മെല്ലെ ഒന്ന് പോയി ചോദിക്കണം, ഉമ്മ നിനക്ക് വയസ്സ് എത്രയായി ഉമ്മ? ഒക്കെ എനിക്കിപ്പോൾ 62 നടക്കുന്നേ, 62 നടക്കുന്നേ. അത് കേട്ടാ മതി, അയ്മോ കാക്കോ മംഗലായതിന്റെ ചരിത്രം എല്ലാം പറയാൻ തുടങ്ങും. അവർക്ക് ഭയങ്കര രസമാണ് ഈ പ്രായമുള്ളവർക്ക്. ഒന്ന് കേട്ടാ മതി, 100 ഇങ്ങോട്ട് പറയും. അത് കേൾക്കാനുള്ള ക്ഷമ നമുക്ക് വേണം. അങ്ങനെ ക്ഷമ ഉണ്ടെങ്കിൽ മാത്രം ചോദിച്ചാൽ മതി വയസ്സ്. അപ്പൊ ചോദിക്കാം വയസ്സ് എത്ര? അപ്പൊ എനിക്ക് 62 നടക്കുന്നേ. ഇപ്പൊ ചില മനുഷ്യർ നടക്കുന്നേന്ന് പറയുന്നത്, വയസ്സ് നടക്കുന്നേ, 62 നടക്കുന്നേ ഇപ്പൊ. ഒക്കെ എന്താ നീ ചോദിച്ചേ? അയ്മ ചോദിക്കും, അത് ബെടേബിടാലോ അയ്മ ചോദിക്കും, എന്താ നീ ചോദിച്ചേ? അപ്പ പറയണോ, അങ്ങനെ കാണുന്നില്ല ഉമ്മ. ഏത് ഒന്ന് പറഞ്ഞു നോക്കി. നിങ്ങളോടല്ല പറയുന്നേ, ഓരോട് പറയുന്നത്, മരുമക്കന്മാരോട്. ഓര് ചോദിക്കണം, അമ്മായിമ്മനോട് ചോദിക്കുമ്പോൾ അമ്മായിമ്മ പറയും 62 ഇപ്പൊ നടക്കുന്നേന്ന് പറയുമ്പോ മരുമോള് വീണ്ടും അമ്മായിമ്മനോട് പറയണം, ഉമ്മ അങ്ങനെന്തും കാണുന്നില്ല. പിന്നെ എങ്ങനെ കാണുന്നേ? നിങ്ങൾക്കൊരു 32 വയസ്സ് പോലെ കാണുന്നത്. ഒക്കെ നേരാ ഇല്ലേ? വയസ്സായ ആളാണെങ്കിലും നിങ്ങൾക്ക് എത്ര വയസ്സ്? എനിക്ക് 82 ആവാൻ സാധ്യതല്ല, നിങ്ങൾക്ക് അതിനേക്കാൾ 5 കൂടുതലുണ്ട് എന്ന് പറഞ്ഞു നോക്കി. ആൾക്കാർ വർഷം വരും, എന്തേ എനിക്കറിയില്ല എൻ്റെ വയസ്സ്, നീ പറയണ എന്താ? കാരണം വയസ്സ് കൂട്ടി പറഞ്ഞാൽ ആർക്കും ഇഷ്ടമില്ല. വയസ്സ് കുറച്ചിട്ട് പറഞ്ഞോളി നോക്കാം, എന്നാ പിന്നെ എന്തൊരു കൊസി. അപ്പ അമ്മായിമ്മക്ക് എന്തൊരു റാഹത്താന്നറിയോ? അപ്പ അമ്മായിമ്മ അയാളെ മാപ്പിളനോട് പറയും, ഞങ്ങളെ മരുമോളിലല്ലേ ഓൾ കുറെ നന്നായിനിപ്പ വന്ന സുറൂക്ക് വന്ന പോലെ എന്തോ അല്ല, ഓൾ എന്ത് വിഷയം ഇപ്പോ. ആകെ അമ്മായിമ്മനോട് ഓൾ പറഞ്ഞ് ഇത്രേ പറഞ്ഞ് എന്താ പറഞ്ഞെന്നറിയാ? നിങ്ങക്ക് അത്ര വയസ്സ് പോലെ കാണുന്നില്ല അമ്മ, വെറുതെ കണക്ക് തെറ്റിനെ, നിങ്ങക്ക് 35 ആയതുപോലെ കാണുന്നു ഒക്കെ. അപ്പോ എന്നിട്ട് രണ്ടാമത്തെ ഒരു വാക്കും കൂടി പറയണം, എന്താണെന്നറിയോ? നിങ്ങ ഇപ്പന്നെ ഇത്ര ചന്തെങ്കില് നിങ്ങ അന്ന് മംഗലാമ്പൽ എത്ര ചന്ത ഉണ്ടാവട്ടിയല്ലേ? അതാ ഒന്ന് പറഞ്ഞു നോക്ക്. അത്ര നല്ലൊരു മരുമോൾ അമ്മ. ഇത്ര ഉള്ളു വിഷയം, ഇത്ര ഉള്ളൂ. ഞാനിത് വെറുതെ പറയല്ല ഉമ്മമാരെ, സത്യം ഞാൻ പറയാ. പിന്നെ ഒരു പഞ്ചായത്തിലേക്ക് ഒരാളെയും കൊണ്ടുവരണ്ട, ഒരാചാര്യം കൊണ്ടുവരണ്ട, ഒരു മൊയിലാരെയും കൊണ്ടുവരണ്ട, ഒരു പഞ്ചായത്തും വേണ്ട. പറഞ്ഞ ഉള്ളിൽ തന്നെ തീർക്കാൻ പറ്റിയ സ്വരം. പക്ഷെ ഇത് ചെയ്യാൻ മരുമക്ക ഇപ്പം പറയുന്നുണ്ടാവും ചിലപ്പോ, ഞങ്ങളൊന്നും ആക്കാല്ലേ മരകെട്ടി പോട്ടെ, അത് പറ്റൂല. ഇരിക്കട്ടെ, ഞാനിപ്പോ അതിലേക്ക് കിടക്കണില്ല. ചെറിയ ഒറ്റമൂലികൾ നമ്മളെടുത്തുണ്ടെങ്കിൽ എല്ലാം നിയന്ത്രിക്കാൻ കഴിയും. എന്നാൽ ഞാൻ ഈ ചരിത്രം പറഞ്ഞ് ഞാൻ എന്റെ വാദം നിർത്തുന്നു. ശൈഖ് ഇബ്രാഹിമുൽ മത്ബൂലി റളിയല്ലാഹു അൻഹു, ആ ചരിത്രം മറന്നു പോകരുത്.
പറയട്ടെ, കുടുംബത്തിലെ പ്രധാനപ്പെട്ട അംഗങ്ങളാണ് ഭാര്യയും ഭർത്താവും. ഓ ഉമ്മമാരെ, ഭർത്താവിനെ നല്ലവണ്ണം പരിഗണിക്കണം, ഭർത്താവിനെ നല്ലവണ്ണം സ്നേഹിക്കണം. ആ ഭർത്താവിനെ ഒരിക്കൽ പോലും ഒന്നുകൊണ്ടും വേദനിപ്പിച്ചു പോകരുത്. ഭാര്യക്കും മക്കൾക്കും വേണ്ടി ജീവിക്കുന്നവരാണ് ഭർത്താക്കന്മാർ, അധ്വാനിക്കുന്നവരാണ് ഭർത്താക്കന്മാർ. ആ ഭർത്താക്കന്മാർക്ക് ആകെയുള്ള സഹായം അവർ സ്വന്തക്കാരായി കാണുന്നത് പ്രിയപ്പെട്ട ഭാര്യമാരെയാണ്. ഏത് ഭർത്താവിനും സ്വന്തം ഭാര്യയോട് ആ ഭർത്താവിന്റെ സങ്കടം തുറന്നു പറയാൻ കഴിയണം. ആ ഭാര്യയാണ് യഥാർത്ഥ ഭാര്യ. അല്ലാതെ കുറെ ജുബമക്കനെയും നിസ്കാര കുപ്പായവും ധരിച്ചിട്ട് കുറെ അങ്ങ് നിസ്കാരപ്പായയിൽ സമയം ചെലവഴിച്ചത് കൊണ്ട് മാത്രമായില്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, അതേ സ്വന്തം ഭർത്താവ്, ആ ഭർത്താവിന്റെ സങ്കടം വന്നിട്ട് ഭാര്യയോട് പറയാൻ ആ ഭർത്താവിന് തോന്നുന്നുണ്ടോ, ആ ഭാര്യയാണ് ഏറ്റവും നല്ല ഭാര്യ. കാരണം ലോക നേതാവായ റഹ്മത്തുൽ ആലമീൻ സയ്യിദുൽ വറാ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആദ്യമായി വഹി ഇറങ്ങിയപ്പോൾ ഇന്നും മക്കത്ത് ചെന്നാൽ ജബലുന്നൂർ എന്ന പർവ്വതം കാണാം. ആ ജബലുന്നൂരിന്റെ മുകളിൽ അതാ ഒരു ഗുഹയുണ്ടല്ലോ. ആ ജബലുന്നൂർ എന്ന പർവ്വതം ഖുർആൻ ഇറങ്ങിയ പർവ്വതമാണത്. ജബലുൽ ഖുർആൻ എന്നും അതിന് പേരുണ്ട്. ഹബീബായ തങ്ങൾ അവിടെയുള്ള സമയത്താണ് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്റമുല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം എന്ന പരിശുദ്ധ ഖുർആനിലെ ആ സൂറത്ത് ഇറങ്ങിയത് ജബലുന്നൂരിലാണ്. ഇന്നും മക്കത്ത് ചെന്നാൽ എത്ര പ്രായമുള്ളവരാണ് ജബലുന്നൂരിൽ കയറി ഇറങ്ങുന്നത്. അവിടെ കയറിയിട്ട് തങ്ങളെ ഒന്ന് ഓർക്കാനാണ്. ആ തങ്ങൾക്ക് എപ്പോഴും വലിയ ആശ്രയമായിരുന്ന തങ്ങളെ പ്രിയപ്പെട്ട ഭാര്യയായ സയ്യിദത്തുനാ ബീവി ഖദീജത്തുൽ കുബ്രാ, ഖദീജ ബീവിയുടെ ചരിത്രം പറയാതെ ഒരു കുടുംബ സെഷനും അവസാനിക്കാൻ കഴിയില്ല. എന്റെ വാദ നിർത്തുമ്പോ ഇപ്പൊ ഹജ്ജിന്റെ സമയമാണല്ലോ. നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ മക്കയിലേക്ക് കൊണ്ടുവരികയാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അതേ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി അതാ മക്ക ലക്ഷ്യം വെച്ചുകൊണ്ട് പോയവരുണ്ട്, പോകാൻ പുറപ്പെട്ട് ഒരുങ്ങി നിൽക്കുന്നവരുണ്ട്. ആ ഹജ്ജിൽ പ്രധാനപ്പെട്ട ഒരു അമൽ എന്താണ്? മിനയിൽ കല്ലേറ് നടത്തലാണ്. അതുപോലെ തന്നെ സ്വഫാ മർവക്കിടയിൽ സഅയ് ചെയ്യലാണ്. മിനയില് കല്ലേറ് നടത്താതെ ഹജ്ജ് പൂർത്തിയാകൂല, സഅയ് ചെയ്യാതെ ഹജ്ജ് പൂർത്തിയാകൂല, അതുപോലെ സഅയ് ചെയ്യാതെ ഉംറ പൂർത്തിയാകൂല. എന്നാൽ ആ മിനയിൽ കല്ലേറ് നടത്തുമ്പോൾ, കഅബയുടെ ചാരത്ത് നിൽക്കുമ്പോ, തവാഫ് ചെയ്യുമ്പോ, മസ്ജിദുൽ ഹറാമിൽ നിസ്കരിക്കുമ്പോ, കണ്ണുകൊണ്ട് കഅബ കാണുമ്പോ, പോരാ സ്വഫാ മർവക്കിടയിലായി സഅയ് ചെയ്യുമ്പോ, മൂന്നാളെ നമുക്ക് മറക്കാൻ പറ്റൂല. ആരാണ് മൂന്ന് പേര്? ഒന്ന് ഭർത്താവാണ്, രണ്ട് ഭാര്യയാണ്, മൂന്ന് മോനാണ്. ഒരു കുടുംബത്തിലെ പ്രധാനപ്പെട്ട മൂന്ന് മെമ്പർമാരാണ്. ആരാണത്? പിതാവായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം, ഉമ്മയായ സയ്യിദത്തുനാ ഹാജർ ബീവി റളിയല്ലാഹു അൻഹാ, മൂന്നാമത്തത് മകനായ ദബീഹുല്ലാഹി ഇസ്മാഈൽ അലൈഹിസ്സലാം. മക്കളായില്ല. കല്യാണം കഴിഞ്ഞ് എത്ര കാലമായി? മക്കളായില്ല. കുഞ്ഞുകാല് കണ്ടില്ല.
ഈ കുടുംബത്തിലുമുണ്ട് മക്കളാകാത്തവർ, കല്യാണം കഴിഞ്ഞ വർഷങ്ങളായി ഒരു കുഞ്ഞുകാല് കണ്ടില്ലെന്ന് സങ്കടത്തോടെ ജീവിതം കഴിച്ചു കൂട്ടുന്നവർ. റബ്ബേ, ഈ പരിപാടിക്ക് വേണ്ടി അധ്വാനിച്ചതിന്റെ ബറക്കത്തുകൊണ്ട്, പ്രവർത്തിച്ചതിന്റെ ബറക്കത്തുകൊണ്ട് ആ മക്കളില്ലാത്ത കുടുംബത്തിന് വരാൻ പോകുന്ന ദുൽഹിജ്ജ മാസത്തിന്റെ ബറക്കത്തുകൊണ്ട് വേഗം ഒരു സന്തോഷ വാർത്ത കൊടുത്തു നല്ല ഖൈറായ സന്താന ഭാഗ്യം നൽകണേ അല്ലാഹ്. മക്കളില്ലാതെ പ്രയാസപ്പെട്ട് അവസാനം അല്ലാഹു ഒരു മോനെ കൊടുത്തു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ആരാണ് മോനെ? ഇസ്മായിൽ നബി അലൈഹിസ്സലാമാണ്. ആ മോനെ കിട്ടിയപ്പോ പടച്ച റബ്ബിന്റെ അതാ ഓർഡർ വന്നു, ആ മോനെ കൊണ്ടുപോയി അറുക്കാൻ കൊണ്ടുപോകുന്നു. അതാ മോനെ കിട്ടി. പിന്നീടതാ ആ സ്വന്തം മോന് അറുക്കാൻ കൊണ്ടുപോകാൻ പറയുന്നു, അറുക്കാൻ കൊണ്ടുപോകുന്നു. അവിടെയാണ് ഇബ്ലീസ് വന്ന് ചതിക്കാൻ നോക്കുന്നത്. അപ്പോഴാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം കല്ലേറ് നടത്തുന്നത്. അത് ഓർത്തുകൊണ്ടാണല്ലോ ഇന്നും മിനയിൽ കല്ലേറ് നടത്തുന്നു. മഹാന്മാരെ അനുസ്മരിക്കാൻ പാടില്ലെന്ന് പറഞ്ഞവൻ അവൻ ആരായാലും ശരി, യവനായാലും ശരി, അവന് ഒളിച്ചിരുന്നിട്ട് അതേ പറയാനേ കഴിയൂ. അവന് ഖുർആൻ അറിയില്ല, ഹദീസ് അറിയില്ല, കഅബയുടെ ചരിത്രം അറിയില്ല, സഫാ മർവയുടെ ചരിത്രം അറിയില്ല, മിനയുടെ ചരിത്രം അറിയില്ല, അവന് ദീനിന്റെ ബാലപാഠം പോലും അറിയില്ല. മഹാന്മാരെ അനുസ്മരിക്കാതെ, മഹാന്മാരെ ഓർക്കാതെ ഒരു ഹജ്ജ് ചെയ്യാൻ കഴിയുമോ? ഒരു ഉംറ പൂർത്തീകരിക്കാൻ കഴിയുമോ? മഹാന്മാരെ അനുസ്മരിക്കാൻ പാടില്ല എന്ന് പറയുന്നവന് ഉംറ ചെയ്യാൻ അർഹതയുണ്ടോ? ഹജ്ജ് ചെയ്യാൻ അവകാശമുണ്ടോ? ഞാനിപ്പോ അതിലേക്ക് വിശദമായി കടക്കുന്നില്ല. പറഞ്ഞു വന്ന ചരിത്രം മറക്കരുത്. ആ മോനെ അറുക്കാൻ കൊണ്ടുപോയപ്പോ ഇബ്ലീസ് ചതിക്കാൻ നോക്കിയപ്പോഴാണ് കല്ലേറ് നടത്തിയത്. അതിനെ അനുസ്മരിച്ചുകൊണ്ടാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ഹാജിയമാർ, ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല, ഇന്തോനേഷ്യയിൽ നിന്ന്, മലേഷ്യയിൽ നിന്ന്, സിംഗാപ്പൂരിൽ നിന്ന്, കാനഡയിൽ നിന്ന്, ഇംഗ്ലണ്ടിൽ നിന്ന്, യൂറോപ്യൻ നാടുകളിൽ നിന്ന്, റഷ്യയിൽ നിന്ന്, അങ്ങനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഹജ്ജിന് വരുന്നവർ ഇന്നും മിനയിൽ ജംറകളിൽ കല്ലേറ് നടത്തുന്നുണ്ട്. സഫാ മർവക്കിടയിൽ സഅയ് ചെയ്യുമ്പോ ഹാജർ ബീവിയെ മറക്കാൻ പറ്റുമോ? മകൻ ഇസ്മായിൽ നബിയെ മറക്കാൻ പറ്റുമോ? അതേ വെള്ളമില്ലാതെയായി ഇബ്രാഹിം നബിയോട് ഉത്തരവാണ്, ഭാര്യനെയും മോനെയും മക്കയിലങ്ങ് വിട്ടുപോകണേ. ഏത് മക്കയാണെന്നറിയുമോ ഉമ്മമാര്? ഏത് മക്കയാണെന്നറിയുമോ ബാപ്പമാര്? ഏത് മക്കയാണെന്നറിയുമോ യുവാക്കള്? അന്നത്തെ മക്കയില് ഇന്റർകോണ്ടിനെന്റൽ ഹോട്ടലുകളില്ല, 5 സ്റ്റാർ ഹോട്ടലുകളില്ല, ഇന്റർകോണ്ടിനെന്റൽ ഹോട്ടലുകളില്ല, അമ്പരചുംബികളായ കെട്ടിടങ്ങളില്ല, കല്ലും മുള്ളും മാത്രമുണ്ടാടിരുന്ന ഒരു മക്കയില്ലേ? സഫാ മർവ എന്ന പർവ്വതങ്ങളില്ലേ? ആ നാട്ടിൽ വിട്ടേച്ച് പോകാൻ റബ്ബിന്റെ ഉത്തരവ് കിട്ടിയപ്പോ ത്യാഗോജ്വല ജീവിതം നയിച്ച ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം വേറെയൊന്നും നോക്കിയില്ല. ഭാര്യനെയും മോനെയും ആ മക്കയിലങ്ങ് വിട്ടുപോകുന്നു, തിരിഞ്ഞു നോക്കുന്നില്ല. ഇബ്രാഹിം നബിക്കറിയാം അതിന്റെ പിന്നിൽ ഒരു ഖൈറുണ്ട്, പിന്നീടൊരു സന്തോഷമുണ്ട്. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പോയപ്പോ ഒരൽപ്പം കഴിക്കാൻ ഈത്തപ്പഴം കൊടുത്തുപോയി, വെള്ളം കൊടുത്തുപോയി, ഉള്ളതെല്ലാം തീർന്നുപോയി. ഹാജർ ബീവിക്ക് ദാഹിക്കുന്നു.
അതിലുപരിയായ പിഞ്ചു കിടാവ് ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ ദാഹിക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നു. ഒരാൺ തെരിയെ കാണുന്നില്ല, ഒരു മനുഷ്യനെയും കാണുന്നില്ല. വെള്ളം കൊണ്ടുവന്നു കൊടുക്കാൻ ഒരാളുമില്ല. പലയിടത്തും പോയി തെരയുന്നു, ഒരിടത്ത് പോലും സ്വൽപ്പം പോലും വെള്ളമില്ല. പക്ഷേ ഉമ്മമാരെ, ഹാജർ ബീവി പതറിപ്പോയില്ല. ചെറിയ കൈ കുഞ്ഞിനെ കയ്യിൽ പിടിച്ച് ഹാജർ ബീവി പതറിപ്പോയില്ല. ഈമാൻ കൈവിട്ടില്ല. തെറ്റ് ചെയ്യാനുള്ള സാഹചര്യം വരുമ്പോ ഒരിക്കലും ഈമാന് കൈവിട്ടു പോകരുത്, പതറിപ്പോകരുത്. ഹാജർ ബീവിയെ കണ്ടില്ലേ നിങ്ങൾ? അവിടെ നിന്ന് എന്താ ഈ കൈകുഞ്ഞിനെയും പിടിച്ച് സഫയിൽ നിന്ന് മറുവയിലേക്ക്, മറുവയിൽ നിന്ന് സഫയിലേക്ക്. ഇന്നത്തെ സഫയും മറുവയുമല്ല, അവിടെ നല്ല ടൈൽസ് പതിപ്പിച്ചിട്ടുണ്ട്. കാലിനൊരു ചൂടുമില്ല, AC സംവിധാനമുണ്ട്, ഒരു ചൂടും കൊള്ളുന്നില്ല. അന്നത്തെ സഫയിലും മറുവയിലും ഹാജർ ഉമ്മ സഴി ചെയ്യുന്നു. കൈകുഞ്ഞിന് വേണ്ടി, വെള്ളത്തിന് വേണ്ടി പരതുന്നു. അപ്പോഴല്ലേ കാലുകൊണ്ടടിക്കാൻ പറയുന്നത്? സംസം ഉറവ പൊട്ടി വന്നില്ലേ? വല്ലാതെ ക്ഷമിച്ചു. സ്വൽപ്പം വെള്ളമാണ് ഹാജർ ബീവി ചോദിച്ചത്. ഓ ഉമ്മമാരെ, ഒരൽപ്പം ക്ഷമിച്ചാൽ ധാരാളം സന്തോഷം പിന്നീട് റബ്ബ് തരും. ഹാജർ ബീവി അല്പം കുഞ്ഞിന് വേണ്ടി മാത്രം വെള്ളം ചോദിച്ചതാണ്. പക്ഷേ റബ്ബ് വെള്ളം കൊടുത്തതോ ഖിയാമത്ത് നാള് വരെ വരുന്ന ആളുകൾ കുടിച്ചാലും തീരാത്ത വെള്ളമാണ്. ലോകത്ത് അമേരിക്കയിലുണ്ടോ അത്തരത്തിലുള്ള വെള്ളം? ലോകത്ത് ഇംഗ്ലണ്ടിലുണ്ടോ അത്തരത്തിലുള്ള വെള്ളം? ലോകത്ത് ഏത് പരിഷ്കരണവാദികൾക്കാണ് സംസമിന് തുല്യമായ ഒരു വെള്ളത്തിന്റെ ഹുങ്ക് പറയാൻ, ഒരു വെള്ളത്തിന്റെ പവർ പറയാൻ, ഒരു വെള്ളത്തിന്റെ മേന്മ പറയാൻ ഒരാൾക്കും കഴിയില്ല. എത്ര ആളുകളാണ് ഓരോ ദിവസം മക്കത്തും മദീനത്തും, എത്ര ലക്ഷങ്ങളാണ് കുടിച്ച വെള്ളത്തിന്റെ ഗ്ലാസ് വലിച്ചെറിയുന്നത്, പകരം വേറെ ഗ്ലാസുകൾ മാറ്റിവെക്കുന്നത്. ഇത്ര കണ്ട കാലം വരെ സംസം വെള്ളം കുടിച്ചിട്ട് കോടാനുകോടി ജനങ്ങൾ വന്ന്, ഈമാനുള്ളവർ വന്ന് സംസം കുടിച്ചിട്ട് സംസം അസ്തമിച്ചിട്ടില്ല. അതാരുടെ പവറാണെന്നറിയുമോ? ഹാജർ ബീവി ക്ഷമിച്ചതിന്റെ പവറാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം സഹിച്ചതിന്റെ പവറാണ്. ആ കുടുംബ ജീവിതമാണ് എന്റെയും നിങ്ങളുടെയും കുടുംബ ജീവിതത്തിൽ പതിയേണ്ടത്. വിഷമമില്ലെങ്കിൽ ഒന്ന് എണീറ്റ് നിൽക്കുമോ? ഞാൻ എന്റെ വാല് നിർത്തുന്നു, അവിടെ തന്നെ നിന്നാ മതി. ഞാൻ എന്റെ വാല് നിർത്തുന്നു. ദുൽഹിജ്ജ മാസം വരാൻ പോകുന്നു. വൽ ഫജ്രി വലയാലിൻ അശ്ർ. ഉമ്മമാരെ, ആ ദുൽഹിജ്ജ 1 മുതൽ 10 വരെ എല്ലാ ദിവസവും സൂറത്തുൽ ഫജ്ർ ഓതുന്നത് സുന്നത്താണ്, മറന്നു പോകരുത്. സൈനുദ്ദീനിൽ മഖ്ദൂം തങ്ങൾ ഫത്ഹുൽ മുഈനിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ദുൽഹിജ്ജ 1 മുതൽ 9 വരെ നോമ്പ് നോൽക്കുന്നത് സുന്നത്താണ്. കഴിവിന്റെ പരമാവധി ആളുകൾ നോമ്പ് നോൽക്കണം. റമളാനിന്റെ അവസാനത്തെ 10-നേക്കാളും ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10-ന് മഹത്വമുണ്ട് എന്ന് പോലും പറഞ്ഞ പണ്ഡിതന്മാരുണ്ടല്ലോ. പ്രബലമായത് അതങ്ങനെയല്ലെങ്കിലും അങ്ങനെ പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ടല്ലോ. ആ ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിവസങ്ങളിൽ, ആദ്യത്തെ 10 ദിവസങ്ങളിലെ രാത്രിയിൽ എണീറ്റ് നിസ്കരിച്ചാൽ ലൈലത്തുൽ ഖദറിന്റെ രാവിൽ എണീറ്റ് നിസ്കരിച്ചതിന്റെ പ്രതിഫലമാണെന്ന് പറയപ്പെട്ടിട്ടുണ്ട്. ദുൽഹിജ്ജയുടെ 1 മുതൽ 9 വരെയുള്ള ദിവസം ഒരു നോമ്പ് നോറ്റാൽ 1 വർഷം മുഴുവനും നോമ്പ് നോറ്റ പ്രതിഫലം ലഭിക്കുമെന്ന് പോലും പറയപ്പെട്ടിട്ടുണ്ട്.
ഇനി 1 മുതൽ 9 പ്രയാസമാണെങ്കിൽ പോലും ദുൽഹിജ്ജ 9-ാം ദിവസം അറഫയുടെ ദിവസമാണല്ലോ. ഹാജിമാർക്കല്ലാത്തവർക്കെല്ലാം ആ 9-ാം ദിവസം നോമ്പ് നോൽക്കുന്നത് പ്രധാനപ്പെട്ട സുന്നത്താണ്. അന്ന് നോമ്പ് നോൽക്കാൻ മറന്നു പോകരുത്. അറഫ ദിവസം നോമ്പ് നോറ്റാൽ ആ വർഷം അതിന് ശേഷമുള്ള വർഷവും ഈ മനുഷ്യന്റെ ജീവിതത്തിൽ വന്നു പോകുന്ന എല്ലാ പാപങ്ങൾക്കത് പ്രായശ്ചിത്തമാണ് എന്ന ഹദീസ് വിശദീകരിച്ചുകൊണ്ട് മഹാന്മാർ പറഞ്ഞു. അതിന്റെ അർത്ഥം അടുത്ത വർഷം ഇവൻ മരിക്കൂല, ഇവൻ അല്ലാഹു ആയുസ് നീട്ടിക്കൊടുക്കുമെന്നാണ്. സഈദ് ഇബ്നു ജുബൈർ തങ്ങൾ പറഞ്ഞില്ലേ, ദുൽഹിജ്ജ ഉദിച്ചാൽ ലാ തുത്ഫിഊ സുറുജകും, നിങ്ങളെ വീട്ടിലെ വിളക്ക് നിങ്ങൾ കെടുത്തരുത്. വീട്ടിലെ വിളക്ക് ദുൽഹിജ്ജ 1 മുതൽ 10 വരെ കെടുത്തരുത്. ആ വിളക്ക് കെടുത്തിയിട്ട് നിങ്ങൾക്ക് ഉറങ്ങിക്കളയാനുള്ളതല്ല, മറിച്ച് നിങ്ങളതാ രാത്രിയിൽ ഇബാദത്ത് ചെയ്യണേ. ഉൽഹിയ്യത്ത് അറുത്തു കൊടുക്കാൻ മറന്നു പോകരുത്. എന്തേ കാരണം? ഇബ്രാഹിം നബി അലൈഹിസ്സലാം മകനെ അറുക്കാൻ കൊണ്ടുപോയപ്പോൾ അല്ലാഹുവിന്റെ മറുപടിയാണ്, അതെ എന്റെ പരീക്ഷണത്തിൽ നിങ്ങൾ വിജയിച്ചു, ഇനി നിങ്ങൾ മോനെ അറുക്കേണ്ടതില്ല, ആ ഒരാടിനെ അറുക്കാൻ പറയുന്നു. അങ്ങനെയാണ് ആടറുത്തു കൊടുത്തത്. അതിനെ ഓർത്തുകൊണ്ടാണ്, സ്മരിച്ചുകൊണ്ടാണ് ഈദുൽ അദ്ഹ വരുമ്പോൾ, ഈദുൽ അക്ബർ വരുമ്പോൾ, ബലി പെരുന്നാൾ വരുമ്പോൾ ലോകത്തുള്ള ഈമാനുള്ള ജനങ്ങൾ ഉൽഹിയ്യത്ത് അറുക്കുന്നു. അത് പ്രധാനപ്പെട്ട സുന്നത്താണ്. പെരുന്നാൾ ദിവസവും അന്നത്തെ പകലും രാത്രിയും അയാളുടെ ചെലവും, അയാൾ ചെലവ് കൊടുക്കൽ നിർബന്ധമായവരുടെ ചെലവും, അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവരുണ്ടോ? ഒട്ടുമിക്ക ആളുകളും ബാക്കിയുള്ളവരാണ്. അവർക്കെല്ലാം മുഅക്കദായ സുന്നത്താണ് ഉൽഹിയ്യത്ത് അറുത്തു കൊടുക്കൽ. അത് മുതലാളിമാർക്ക് മാത്രം ഉള്ളതല്ല, ഈ പറഞ്ഞ രൂപത്തിലായാ മതി, എല്ലാവർക്കും പ്രബലമായ സുന്നത്താണ്. അഥവാ അത് ഉപേക്ഷിച്ചാൽ കറാഹത്താണ്. ആ സുന്നത്ത് നമ്മൾ ചെയ്യാൻ ഇന്നത്തെ ഈ സദസ്സിൽ പ്രതിജ്ഞ എടുക്കണം, തീരുമാനിക്കണം എന്ന് പറഞ്ഞു ഞാൻ എന്റെ വാദം നിർത്തുന്നു. നേരത്തെ പറഞ്ഞ ചരിത്രം നിങ്ങൾ മറന്നോ എന്ന് എനിക്കറിയില്ല. ശൈഖ് ഇബ്രാഹിമുൽ മത്ബൂലി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പലപ്പോഴും സ്വപ്നം കാണുന്നു. ലോകത്ത് ഏറ്റവും വലിയ സന്തോഷം ഏതാണ്? ഹബീബായ തങ്ങളെ കാണലാൻ. ആ നേതാവിനെ ഒന്ന് കാണണം. റബ്ബേ, സാധുക്കളായ ഞങ്ങൾക്ക് നീ എപ്പോഴാണ് മരണം നിശ്ചയിച്ചിട്ടുള്ളതെന്ന് ഞങ്ങൾക്കറിയില്ല. റബ്ബേ, മരിക്കുന്നതിന് മുമ്പ് ഞങ്ങൾക്കൊന്ന് ഹബീബിനെ കാണണം. നീ ഞങ്ങൾക്കത് സാധിപ്പിച്ചു തരണേ അല്ലാഹ്. അതിന് പറ്റിയ ഒരു നല്ല ജീവിതം നീ ഞങ്ങൾക്കെല്ലാം തരണേ അല്ലാഹ്. ആ സന്തോഷം മഹാനവരികൾ ഉമ്മാന്റെ അരികിൽ വന്നിട്ട് പറഞ്ഞു, ഉമ്മ, ഞാൻ തങ്ങളെ സ്വപ്നം കണ്ടു. ഓ രക്ഷിതാക്കളെ, ആ മകനെ ഉമ്മ വളർത്തുന്നത് കണ്ടോ? ആ പൊന്നുമോനെ ഉമ്മ വളർത്തുന്നത് കണ്ടോ? മോനോട് ഉമ്മ പറഞ്ഞു, മോനെ, സ്വപ്നം കണ്ടതുകൊണ്ട് മാത്രം വലിയ ആളാകൂല. നീ വലിയ ആളാണെന്ന് ഞാൻ അംഗീകരിക്കണോ? ഉമ്മയല്ലേ അംഗീകരിക്കേണ്ടത്? മോൻ നല്ലവനാണെന്ന് ഏറ്റവും കൂടുതൽ അംഗീകരിക്കേണ്ടത് ആരാണ്? ഈ വാള് പറയുന്ന സാധുവായ ഞാനൊരു നല്ലവനാണ് എന്ന് അംഗീകരിക്കേണ്ടത്, ഒന്നാമതായി അംഗീകരിക്കേണ്ടത് ആരാണ്? അത് എന്റെ പ്രിയപ്പെട്ട ഉമ്മയാണ്, എന്റെ പ്രിയപ്പെട്ട ബാപ്പയാണ്. ആ ഉമ്മയാണ് മോനോട് പറയുന്നത്, മോനെ, സ്വപ്നം കണ്ടതുമാണ്ട് മാത്രം നീ വലിയ ആളാണെന്ന് അംഗീകരിക്കൂല. പിന്നെയോ, ഉണർവിൽ തങ്ങളെ കാണണം, നേരിട്ട് തങ്ങളെ കാണണം. തങ്ങൾ വഫാത്തായിട്ട് എത്ര കാലമായി, എന്നാലും മഹാന്മാർക്ക് അത് കഴിയൂ.
സ്വലാത്ത് അധികരിപ്പിച്ചാൽ കഴിയോ? കണ്ണുകൊണ്ട് ഹറാമ് നോക്കുന്നത് നിയന്ത്രിച്ചാൽ കഴിയോ? കൽബ് അതിനെ പറ്റിയുള്ളൊരു കൽബാക്കി മാറ്റിയെടുത്താൽ അതിന് കഴിയോ? ആ മോനോട് പറയാണ്, യാ വലദീ, പൊന്നുമോനെ, സ്വപ്നം കണ്ടാ മാത്രം പോരാ, ഫിൽ യഖ്ളാ, ഉണർവിലൊന്ന് കാണണോ, എന്നാ നീ വലിയ ആളായി ഞാൻ അംഗീകരിക്കുന്നു. ശൈഖ് ഇബ്രാഹിമുൽ മത്ബൂലി തങ്ങള് പിന്നെ ഒരൊറ്റ തീരുമാനമാണ്, ഞാൻ തങ്ങളെ ഉണർവിൽ കാണണോ, സ്വലാത്ത് അങ്ങ് അധികരിപ്പിച്ചു. പിന്നീടതാ ഒരു തവണയല്ല, 2 തവണയല്ല, ജീവിതത്തിൽ പല തവണ ഹബീബായ തങ്ങളെ നേരിട്ട് കാണുന്നു. തങ്ങളോട് പല വിഷയങ്ങളിലും അഭിപ്രായം ചോദിക്കുന്നു. എന്നിട്ട് ഉമ്മാന്റെ അരികത്ത് ചെന്നിട്ട് പറഞ്ഞു, ഉമ്മാ, ഹബീബായ തങ്ങളെ ഞാൻ സ്വപ്നത്തിൽ മാത്രമല്ല ഉണർവിലും കണ്ടു കഴിഞ്ഞു. എന്റെ പല കാര്യങ്ങളും തങ്ങളോട് ഞാൻ ചർച്ച ചെയ്യുന്നു. ഇത് കേട്ട ഉമ്മയാണ് പൊന്നുമോനോട് പറയുന്നത്, അൽആൻ ഖദ് ശറഅത ഫീ മഖാമിർ റുജൂലിയ, പൊന്നുമോനെ, ഇപ്പോഴാണ് നീ ഒരാണായത്, ഇപ്പോഴാണ് നീ ഒരാണായത്. അവരെല്ലാം അങ്ങനെയാണ്, മക്കളെ പോറ്റി വളർത്തിയത് അങ്ങനെയാണ്, ആ മക്കളെ വലിയ സ്ഥാനത്തേക്ക് എത്തിച്ചത് അങ്ങനെയാണ്. അങ്ങനെയുള്ളൊരു ശ്രമം രക്ഷിതാക്കളായ എന്റെയും നിങ്ങളുടെയും ഭാഗത്തു നിന്നുണ്ടാകണം എന്ന് സാധുവായ ഞാൻ എൻ്റെ അമ്മാറത്തായ നഫ്സിനോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാദം നിർത്തുന്നു. അർഹമുർ റഹീമീനായ അല്ലാഹ്, നീ ഞങ്ങൾക്കെല്ലാം അതിന് തൗഫീഖ് ചെയ്യണം റഹ്മാനേ. ഈ സദസ്സ് ഞങ്ങളെ ദുനിയാവും ആഖിറവും ഞങ്ങൾക്കൊന്ന് രക്ഷപ്പെട്ട് കിട്ടാൻ കാരണമാക്കണം റഹ്മാനേ. എല്ലാവരോടെ തന്നെ ഇരിക്കുക. അപ്പോൾ ഏതായാലും ഇനി നമുക്ക് ഇവിടുന്ന് നല്ല ഒരു ദുആ നടത്തി നമുക്ക് ഇവിടുന്ന് പിരിയാം. അൽഹംദുലില്ലാഹ്. ഇപ്പം പിരിയുമ്പോഴേക്ക് മഴ പെയ്യോന്നറിയില്ല, ഇതുവരെ മഴയൊന്നും പെയ്തിട്ടില്ല. ചിലപ്പോൾ വാള് തീരാറാകുമ്പോൾ ശീർണി കൊടുക്കാനാകുമ്പോൾ ജോറ് മഴ വരും. എന്തിനറിയോ? കുറച്ചാളുകളെല്ലാം പന്തലിൻ്റെ പുറത്തുണ്ടാവും, ഒരെല്ലാം പന്തലിലേക്ക് വരാൻ വേണ്ടിയിട്ട്. വാളിന് വന്ന ഉസ്താദ് പറഞ്ഞാൽ ചിലപ്പോൾ വരണമെന്നില്ല, അപ്പോൾ മഴയങ്ങ് പോയി. ഇന്നാളെ സ്ഥലത്ത് വാള് പറയുമ്പോൾ അങ്ങനെയാണ്, കുറച്ചാളെല്ലാം പന്തലിൻ്റെ പുറത്തുണ്ടായി, അപ്പോഴേക്കങ്ങ് മഴ വന്നു, എല്ലാവരും വന്ന് പന്തലിൻ്റെ ഉള്ളിൽ അങ്ങ് നിറഞ്ഞു. എന്താ കാരണം? അള്ളാൻ്റെ തീരുമാനമാണ്. അപ്പം ഇൻഷാ അല്ലാഹ് ഏതായാലും മഴയൊക്കെ പെയ്യാന്നൊക്കെ പറഞ്ഞൊക്കെ റബ്ബിൻ്റെ തീരുമാനമാണ്. നമുക്ക് മഴ വേണ്ടാന്ന് അറിയാൻ പറ്റൂല, നമുക്ക് നല്ല വെള്ളം വേണം. ഇപ്പോൾ എപ്പോഴത്തെ പോലെയല്ല, ഇപ്രാവശ്യം പിന്നെ കുറേ നേരത്തെ തന്നെ മഴ പെയ്തു എന്നാണ് ഇപ്പോൾ ചാനലെല്ലാം പറയണത്. അപ്പം അതുകൊണ്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് ഈ റബ്ബിൻ്റെ റഹ്മത്ത് വർഷിക്കണ നേരാണ്. ഈ സമയത്തൊക്കെ റബ്ബിനോട് ദുആർന്നാൽ അള്ളാഹുവിൻ്റെ ദുആക്ക്, നമ്മുടെ ദുആക്ക് അള്ളാഹുവിൻ്റെ ഇജാബത്ത് ഉണ്ടാകും ഇൻഷാ അല്ലാഹ്. നമുക്ക് ഇവിടുന്ന് നന്നായി ദുആ ചെയ്യണം. അള്ളാഹു നമ്മുടെ ഈ മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസാക്കി തരട്ടെ. ഇവിടെ നിന്ന് ഇൻഷാ അല്ലാഹ് പിന്നെ 1-2 ചടങ്ങുകൾ ഇവിടെ നടക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് ഇവിടെ എല്ലാവർക്കും, ഈ കുടുംബത്തിലെ ഓരോരുത്തർക്കും ഒരുപാട് ഉദ്ദേശങ്ങളുണ്ട്. ഇവിടെ വന്ന നമുക്ക് ഓരോരുത്തർക്കും, പ്രത്യേകിച്ച് ഈ ദേവസ്യ കുടുംബം, ഇതിൽ ആണുങ്ങൾ, പെണ്ണുങ്ങൾ, ചെറിയവർ, വലിയവർ, ജീവിച്ചിരിപ്പുള്ളവർ, മരിച്ചുപോയവർ, എത്രയോ ഓതി വെച്ചതൊക്കെ നേരത്തെ ഇവിടുന്ന് ദ്വാരന്നിന് ഇൻഷാ അല്ലാഹ് ഇനിയും നമുക്ക് ഇൻഷാ അല്ലാഹ് ഇവിടുന്ന് പിന്നെ കുറച്ച് സ്വലാത്തൊക്കെ ചൊല്ലി നമുക്ക് ഇൻഷാ അല്ലാഹ് ദുആ ചെയ്ത് ശീർണിയെല്ലാം വാങ്ങി നമുക്ക് ഇവിടുന്ന് പോവാം. ഞാൻ പിന്നെ ബൈത്തടുക്ക, നമുക്ക് ഈ ബൈത്തടുക്കയും ബളന്തൂറും നമുക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത സ്ഥലങ്ങളാണ്. ഞങ്ങൾ വീണ്ടും വീണ്ടും വരാനും പോകാനും ആഗ്രഹിക്കുന്ന സ്ഥലം. അങ്ങനെ എല്ലാ സ്ഥലം ഞങ്ങൾ അങ്ങനെ ആഗ്രഹിക്കൂല. ഇവിടെ അങ്ങനെയല്ല, ഇത് ഞങ്ങളൊരു നാട് പോലെയാണ്. ഈ നാട് ഞാൻ ഉണ്ടായത് ആകെ 1 വർഷം മാത്രമാണെങ്കിലും പഠിക്കുന്ന സമയത്ത് 1 വർഷം ഉണ്ടായിരുന്നു. അന്നത്തെ അനുഭവം വേറെ തന്നെയാണ്. പിന്നെ പഠിപ്പിക്കുന്ന സമയത്ത് 1 വർഷം ഉണ്ടായിരുന്നു മുദരിസായിട്ട്, അപ്പോഴത്തെ അനുഭവം വേറെ തന്നെയാണ്. ആ സമയത്ത് ഞങ്ങളൊക്കെ സ്നേഹിച്ചവർ, ഇവിടെ എല്ലാവരും ഞങ്ങൾക്ക് സ്നേഹം മാത്രമേ തന്നിട്ടുള്ളൂ, സന്തോഷം മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പം നമുക്ക് ആരെയും മറക്കാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നു എന്നറിഞ്ഞപ്പോൾ പിന്നെ
ഞങ്ങൾ വരുന്നു എന്ന് അറിയുമ്പോഴേക്ക് വലിയ സന്തോഷത്തിൽ ഓടി വരുന്ന ആളുകളുണ്ടാവും. എന്ത് തിരക്കുണ്ടെങ്കിലും ഞങ്ങളെ പഴയ ഉസ്താദ് മാജി ഉസ്താദല്ലേ, ആ പേര് ഒരിക്കലും പോവില്ല, മരിച്ചാലും പോവില്ല. അങ്ങനെയാണ് മാജി ഉസ്താദിന്റെ പട്ടികയിൽ ഞങ്ങൾ മരിച്ചാലും ആ പട്ടികയിൽ ഞങ്ങളെ പേരുണ്ടാവും. അതാണ് ഈ മാജിമാരെ പ്രത്യേകത. അതങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് എപ്പോഴും നമ്മളെ മൂടബിദ്ര ദിക്റയിൽ എനിക്ക് ഈ പിന്നെ ദേവസ്യ കുടുംബമായാലും ഈ ബളന്തൂർ ഈ പരിസരത്തുള്ളവരോട് നമുക്ക് വലിയ സ്നേഹമാണ്. എന്താ കാരണം? ഞങ്ങളെ മൂടബിദ്ര ദിക്റയിൽ ഞങ്ങൾ ഇവിടുന്ന് പോയിട്ട് അവിടെ നല്ലൊരു ദർസിപ്പ് അവിടെ നടക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട കുമ്പോൾ KS ആറ്റക്കോയ തങ്ങളുപ്പാപ്പ, അള്ളാഹുവേ നീ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാ. തങ്ങളും എൻ്റെ ഉസ്താദും ഷെയ്ഖുന മുഹയ്യിസിന്റെ പൊന്മള ഉസ്താദും 2 പേര് വന്നിട്ടാണ് അവിടെ ഞങ്ങൾ ആ പള്ളി ഉദ്ഘാടനം ചെയ്ത് തന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾ അങ്ങോട്ട് പോയാലും അവിടെ നിന്നൊക്കെ പരിപാടികൾ നടക്കുമ്പോൾ ഈ കഴിഞ്ഞ റമളാനിന്റെ തൊട്ട് മുമ്പ് നടന്ന പരിപാടിക്ക് പോലും ഈ ദേവസ്യ കുടുംബത്തിലെ ഇവരൊക്കെ നമ്മളെ നസീർ ഭായിന്റെ ഒക്കെ നേതൃത്വത്തിൽ ഇവരൊക്കെ വരാറുണ്ട്. ബസ് വിളിച്ചിട്ട് തന്നെ വരാറുണ്ട്, വാഹനങ്ങളുമായിട്ട് വരാറുണ്ട്. അപ്പോ ദേവസ്യ കുടുംബം എന്ന് പറഞ്ഞാൽ ഞാൻ ഇവരൊക്കെ ഉള്ളത് കൊണ്ട് പറഞ്ഞാണ്. അവർ മാത്രമല്ല, അവർ വരുമ്പോ ഇല്ലേ എല്ലാവരും ഒന്നിച്ച് വരുന്നുണ്ട്. അതിൽ എത്രയോ ആണുങ്ങൾ വരുന്നുണ്ട്, എത്രയോ പെണ്ണുങ്ങൾ വരുന്നുണ്ട്. അവരാരാണ് ആ വരുന്നതൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞങ്ങളോടുള്ള സ്നേഹം കൊണ്ട് ഞങ്ങൾ ഈ ഭാഗത്ത് കേവലം ഒരു വേലവരണ ഉസ്താദ് മാത്രമല്ല, വേലവരണ ഉസ്താദ് ഇഷ്ടം പോലെ ഇല്ലേ, എന്നാലും ഞങ്ങളെ ഉസ്താദ്, ഞങ്ങളെ മുമ്പത്തെ ഉസ്താദ് എന്ന അതൊരിക്കലും മറക്കാൻ പറ്റൂല. അപ്പൊ അങ്ങനെ ഓർമ്മ വെച്ച് വരുന്ന ഞങ്ങളെ സന്തോഷിപ്പിക്കുന്നു. ഞങ്ങളെ നസീർ ഭായിന്റെ ഒക്കെ ഉപ്പ പാവം പിന്നെ കാലുവേദന അതൊക്കെ വെച്ചിട്ടും മുന്നിൽ വന്നിരിക്കും. ഞാനങ്ങനെ കുറച്ച് പേര് ഇങ്ങനെ പറഞ്ഞു മാത്രമേ ഉള്ളൂ. അങ്ങനെ എല്ലാവരും അള്ളാഹു എല്ലാവർക്കും സന്തോഷം നൽകട്ടെ. അങ്ങനെയാണ് ഇവരൊക്കെ വിളിച്ചപ്പോൾ ഞങ്ങളിങ്ങനെ ഓടി എത്താൻ കാരണം. അപ്പൊ ഇൻഷാ അള്ളാഹ് ഈ നാടും ഈ പരിസരവും ഞങ്ങൾക്ക് മറക്കാൻ പറ്റൂലല്ലോ. ബൈത്തർക്കത്തുള്ള സമയത്ത് ഞങ്ങൾ എത്രയോ ബുദ്ധിന്ന് വരുന്ന ഭക്ഷണം കഴിച്ചതുണ്ട്, ഞങ്ങളെ സന്തോഷിപ്പിച്ചവരുണ്ട്, അതിൽ പലരും മരിച്ചവരുണ്ട്. ഞാൻ ആരെ പേരും പറയണില്ല, അതൊക്കെ അള്ളാഹുവിനറിയാം. ആരൊക്കെ ഞങ്ങളുള്ള സമയത്ത് പിന്നെ വന്ന് ഞങ്ങളെ സന്തോഷിപ്പിച്ച് സംസാരിച്ചവർ ഒക്കെ, ഞങ്ങൾ ദ്വാരക്കുമ്പോൾ ആമീൻ പറഞ്ഞവർ, ഞങ്ങൾ ഇമാമായി നിന്നപ്പോൾ ഞങ്ങളെ ബേക്കിൽ നിന്ന് മഅ്മൂമായി നിസ്കരിച്ചവരിൽ പലരും ഇന്ന് 6 അടി മണ്ണിന് ചുവട്ടിലാണ്. അല്ലാഹ് നീ അവർക്കൊക്കെ ഖബർ വിശാലമാക്കണേ അല്ലാഹ്, സ്വർഗീയ ഖബറാക്കണേ അല്ലാഹ്. നമുക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത സയ്യിദുനാ ഖുറത്തുസ് സാദാത്ത് കൂറത്ത് തങ്ങളുപ്പാപ്പ, റബ്ബേ നീ ദറജ വർദ്ധിപ്പിക്കണം റഹ്മാനെ. ഞാൻ ഈ ഭാഗത്ത് ജീവിച്ചിരിപ്പുള്ള സമയത്ത് തന്നെ, തങ്ങൾ ജീവിച്ചിരിപ്പുള്ള സമയത്ത് ഞാൻ ബൈത്തർക്കത്തുണ്ടെങ്കിലും ഇടയ്ക്ക് ഞാൻ തങ്ങളടുത്ത് പോകും. ബൈത്തർക്കത്ത് നിൽക്കാൻ പോകുമ്പോഴും തങ്ങളടുത്ത് പോയിട്ടാണ് ഞാൻ ബൈത്തർക്കത്തേക്ക് പോയത്. നിന്ന ശേഷവും ഇടയ്ക്കിടയ്ക്ക് തങ്ങളടുത്ത് പോകും. ഇപ്പോഴും മഹാനവരുകൾ വഫാത്തായതിനു ശേഷവും ഞാൻ ഈ ഭാഗത്ത് എവിടെ വന്നാലും ഞാൻ ബഹുമാനപ്പെട്ടവരുടെ ദർബാറിൽ പോയി സിയാറത്ത് ചെയ്യാതെ നമുക്ക് അവരെ മറക്കാൻ പറ്റൂല. സിയാറത്ത് ചെയ്യാതെ, എന്നോട് വലിയ സ്നേഹമായിരുന്നു, സിയാറത്ത് ചെയ്യാതെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ട് പോകൂല. ഇപ്പോഴും ഞാൻ വരുമ്പോ പിന്നെ ഒന്ന് സിയാറത്ത് ചെയ്ത് വന്നാൽ സമയം ഉണ്ടാവൂലേ എന്ന് ചോദിച്ച് ഇവരോട് സമയമുണ്ട് എന്ന് പറഞ്ഞപ്പോ ഞാൻ അവിടെ കയറി സിയാറത്ത് ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം ബൈത്തടക്ക മഖാമും കൂടി സിയാറത്ത് ചെയ്തിട്ട് നാട്ടിലേക്ക് മടങ്ങാൻ. അങ്ങനെയാണ് ഞാൻ തർത്തീബ് ചെയ്തിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ആ ബഹുമാനപ്പെട്ട ഖുറത്തുസ് സാദാത്ത് തങ്ങളുപ്പാപ്പ നമുക്കൊരിക്കലും മറക്കാൻ പറ്റൂല. ഇന്ന് പോലും എൻ്റെ ഒരു വീഡിയോ പുറത്തു വന്നു. ആ വീഡിയോയിലും ഒരു ചെറിയൊരു ഭാഗമുള്ളത് ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പയും ഞാനൊരു എൻ്റെ കയ്യിലുള്ള വെള്ളം ഒന്ന് മന്ത്രിപ്പിച്ച്, ഭാര്യ ഗർഭിണിയായിരുന്നു അന്ന്, പ്രസവിച്ചിട്ടല്ലായി, ആൺകുഞ്ഞല്ലായി. അപ്പൊ ആ ഗർഭിണിയായ സമയത്ത് ആ വെള്ളം ഒന്ന് മന്ത്രിപ്പിക്കാൻ വേണ്ടി കൊടുത്തതാ. അതാണ് ഞാനും തങ്ങളും അവസാനം വേദി പങ്കിട്ട സ്ഥലം, സുള്യഭാഗത്ത് പൈമ്പച്ചാൽ എന്ന സ്ഥലത്ത്. അവിടെ ഞാൻ ഈ വെള്ളം മന്ത്രിക്കാൻ കൊടുത്തു. എന്തിനു ചോദിച്ചു, ഭാര്യ ഗർഭിണിയാണെന്ന് പറഞ്ഞപ്പോൾ എന്നെ ഒന്ന് തമാശാക്കി. ആ തമാശയാക്കി ചിരിച്ചതിൻ്റെ ഒരു വീഡിയോ ആണ്. നമുക്കത് മറക്കാൻ പറ്റില്ല. അവരുടെയൊക്കെ കൽബിൽ ഞങ്ങൾ ഉണ്ട് എന്നതിൻ്റെ തെളിവാണ്. ഇപ്പോഴും ഞങ്ങൾ മറന്നിട്ടില്ല. അതുകൊണ്ടാണ് തങ്ങളെ ഉറൂസ് വരുന്നത് നമ്മൾ ആരും മറന്നു പോകാൻ പാടില്ല. തങ്ങളുടെ 1ാമത്തെ ആണ്ട് വഫാത്തായതിനു ശേഷം, വഫാത്തായിട്ടുണ്ടെങ്കിലും ഇപ്പൊ ഞങ്ങൾക്കിടയിൽ ഉള്ളതുപോലെയാണ് ഞങ്ങൾക്ക് തോന്നുക. തങ്ങൾ വഫാത്തായതുപോലെ ഞങ്ങൾക്ക് തോന്നിയിട്ടേ ഇല്ല. അപ്പോ മഹാനവരുകളുടെ 1ാമത്തെ ആണ്ട് ഇൻഷാ അല്ലാഹ് ഈ വരുന്ന അടുത്ത മാസം അല്ലേ, ജൂൺ 26, 27, 28, 29 തീയതികളിലായി ഇൻഷാ അല്ലാഹ് അവിടെ നിന്ന് നടക്കുകയാണ്. അതിന് 1ാമത്തെ ദിവസം 26-ാം തീയതി
ഇൻഷാ അല്ലാഹ് ഞാൻ തന്നെ വാലിന് വരുന്നുണ്ട്. അതുകൊണ്ട് ഈ പരിസരത്തുള്ള എല്ലാ ആണുങ്ങളും പെണ്ണുങ്ങളും 26-ന് ഏതായാലും വരണം. 27-ഉം 28-ഉം 29-ഉം എല്ലാ ദിവസങ്ങളിൽ ഞങ്ങൾ അവിടെ പോയി കൂടെ ഞങ്ങൾ ഉണ്ട് എന്ന് എല്ലാ ചെറുപ്പക്കാരും, തങ്ങളുപ്പാപ്പ വഫാത്തായപ്പോ ഇപ്പോഴും ഞങ്ങൾക്ക് മറക്കാൻ പറ്റുന്നില്ല. അന്ന് ഈ പരിസരത്തുള്ള, ഈ നാട്ടിലെ പരിസരത്തുള്ള യുവാക്കളാണ് അവിടെ സജീവമായി ഉണ്ടായിരുന്നത്. അപ്പോഴും മഴ പെയ്യണ സമയമായിരുന്നു. അന്നൊക്കെ എത്രയാണ് ഈ പരിസരത്തുള്ള ബാല്യക്കാർ അധ്വാനിച്ചത്, പ്രവർത്തിച്ചത്. അല്ലാഹുവേ നീ അവർക്കൊക്കെ സന്തോഷം നൽകണേ അല്ലാഹ്. ഈ തങ്ങളെ 1-ാമത്തെ ആണ്ടിന്റെ സമയത്തും എല്ലാരും പോയി സജീവമായി ഞങ്ങളെ തങ്ങളാണെന്ന് മനസ്സിലാക്കി നിന്നുകൊടുത്ത് വേണ്ടതെല്ലാം തടി കൊണ്ടും, സാമ്പത്തിക കഴിവുള്ളവർ അങ്ങനെയും ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ഒരു നല്ല വാക്ക് പറഞ്ഞിട്ടെങ്കിലും കൂടെ നിന്ന് സഹകരിച്ചു കൊടുക്കണം എന്ന് ഞാൻ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങളൊക്കെ അതിന്റെ പ്രചാരകരാകണം എന്ന് ഓർമ്മപ്പെടുത്തി ഇൻഷാ അല്ലാഹ് ഇവിടുത്തെ ചടങ്ങ് കഴിഞ്ഞ്